இருக்கிறது. இந்த அமர்வில் நம்முடன் பங்கேற்கவிருப்போர் எழுத்தாளர் வினில் பால் அவர்கள். இவர் கேரளத்தில் உள்ள கோட்டையில் பிறந்தவர். டெல்லி JNUவில் சென்டர் ஆஃப் ஹிஸ்டாரிக்கல் ஸ்டடீஸில் டாக்டர் பட்டம் பெற்றவர். ஃபாத்திமா தேசிய கல்லூரியில் பேராசிரியராக பணியாற்றி வருகிறார். 2024 கேரள மாநிலத்தின் யூத் ஐகான் விருது இவருக்கு வழங்கப்பட்டிருக்கிறது. இவருடைய ஒரு தொகுப்பான இன்விசிபிள் ஸ்லேவ் ஹிஸ்ட்ரி ஆஃப் கேரளா என்கிற புத்தகத்திற்கு கேரள சாகித்ய அகாடமி விருது வழங்கப்பட்டிருக்கிறது. இந்த புத்தகம் வெகு விரைவில் நீலம் பதிப்பகத்தில் வெளியாகவிருக்கிறது மொழிபெயர்ப்பாக. எழுத்தாளர் வினில் பால் அவர்களை அன்புடன் மேடைக்கு அழைக்கிறோம். அடுத்ததாக MR ரேணுகுமார் அவர்கள். இவர் 6 கவிதை தொகுப்புகள், 6 சிறார் இலக்கிய நூல்கள் உட்பட 21க்கும் மேற்பட்ட நூல்களை மலையாளத்தில் எழுதியவர். 2019ஆம் ஆண்டு கொதியின் கவிதை தொகுப்புக்காக கேரள சாகித்ய அகாடமி விருது பெற்றவர். 2010ஆம் ஆண்டு 4ஆம் கிளாஸிலே வரால் என்ற சிறார் இலக்கிய பிரதிக்காக கேரள அரசின் பால சாகித்ய விருது பெற்றவர். இவர் எழுதிய ஐயன்காளி ஜீவிதமும் இடப்படல்களும் என்கிற நூலை நீலம் பதிப்பகம் தமிழில் மாவீரன் ஐயன்காளி என்கிற தலைப்பில் வெளியிட்டது குறிப்பிடத்தக்கது. எழுத்தாளர் MR ரேணுகுமார் அவர்களை அன்புடன் மேடைக்கு அழைக்கிறோம். அடுத்ததாக எழுத்தாளர் சுகுமாரன் சாலிகத்தா அவர்கள். பேதிமாறன் என்ற இயற்பெயர் கொண்ட சுகுமாரன் சாலிகத்தா அவர்கள் ராவுலா பழங்குடி இனத்தை சார்ந்தவர். வயநாடு FM ரேடியோவில் 6 வருடமாக பணியாற்றியுள்ளார். பாடல்கள், ஆவணப்படங்கள், நாடகங்கள், கவிதைகள், நடிப்பு என பல துறைகளில் தீவிரமாக செயல்பட்டு வருபவர். கேரள அச்சு இதழிலும் இணையதழ்களிலும் தொடர்ந்து இயங்குபவர். பேதிமாறன் எனும் தன் வரலாற்று நூல் இவர் எழுதியுள்ளார். அடுத்ததாக இந்த அமர்வில் நெறியாழ்கை செய்ய இருப்பவர் ரீனா ஷாலினி அவர்கள். MD வாசுதேவன் நாயர் அவர்களின் மஞ்சு நாவலை மலையாளத்திலிருந்து தமிழுக்கு மொழிபெயர்த்த காலச்சுவடு இதழின் ஆலோசனை குழுவினரில் ஒருவான ரீனா ஷாலினி அவர்களை அன்புடன் மேடைக்கு அழைக்கிறோம். Thank you, Vanam Virtual, for this opportunity. നിങ്ങൾ എല്ലാവരോടും ഈ വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ സന്തോഷം. കാട്ടിൽ നിന്നും പിറന്നു വീഴുന്ന ഒരു പാട്ടും കവിതയായിട്ട് തുടങ്ങാം നമുക്ക് ഈ സെഷൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കൃത്യമായിട്ട് അറിയില്ല മലയാളത്തിൽ സംസാരിക്കാൻ. അനുവാദം ചോദിച്ചോട്ടെ. ഒരു പാട്ട് പാടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 4 വരി പാട്ട് പാടാൻ. കവിതയുണ്ട്. മാമ മാമാ ബില്ലു ബെറിക്കീൻ്റെ ബെണ്ട മരത്തില പുള്ളുകിരണ്ടോള മുവലു കാടാനേ കുളിച്ചു പുളിക്കീണ്ടോ മുവലു കാടാനേ കുളിച്ചു പുളിക്കീണ്ടോ ബൈലിടിച്ച കമന ബില്ലുക്കു തട്ടി തട്ടിയൊരു മാവു തട്ടി തട്ടിയൊരു മാവു. 4 വരി പാട്ടും ചൊല്ലി. പിന്നെ ഞാൻ നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയായിരുന്ന ഒരു മരണമുണ്ടായിരുന്നു. അട്ടപ്പാടിയിൽ മധു എന്ന നമ്മുടെ ഒരു മനുഷ്യനെ ആൾക്കാർ കൂട്ടത്തോടെ തല്ലി കൊന്ന ഒരവസ്ഥ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു കവിത എഴുതിയിരുന്നു. ആ കവിത ഞാൻ ചൊല്ലാം. കവിതയുടെ പേര് അവൻ്റെ യുദ്ധം തീർന്നിട്ടില്ല. ആ മരത്തിൻ്റെ തൊലിപുറത്ത് പറ്റിയ ഒരാനക്കുട്ടി ഉണ്ടായിരുന്നു. ആമയുടെ പുഴയിലെ പാറകളുടെ കറുത്ത കുതിരകളും പൂക്കളും, മല്ലീശ്വരൻ്റെ മഞ്ഞുകളിലെല്ലാം പുതിയ വർഷത്തിലെ കിളികൾ, ശിരുവാണിപ്പുഴയിൽ ഒളിച്ചു കടക്കുന്ന വെളുത്ത അട്ടകൾ, മലമൂലയിലെ കുടിലുകളിലെ കുഞ്ഞുങ്ങളുടെ കാട്ടുവളകൾ കാലങ്ങളായി പൂവിട്ട പൂമരങ്ങളായിരുന്നു.
എന്നും കൂവുന്ന പക്ഷികൾ വന്നു, എന്നും മൂളുന്ന കാറ്റുകൾ വന്നു, എന്നും ചിരിക്കുന്ന വെയിലുകൾ വന്നു. ആരോ ഒരു കല്ലെടുത്തെറിഞ്ഞു. ചതഞ്ഞ കണ്ണിൽ നിന്നും അമ്മയും, ചതഞ്ഞ നാക്കിൽ നിന്നും അച്ഛനും, ചതഞ്ഞ ചെവിയിൽ നിന്നും ബന്ധങ്ങളും കല്ലിനടിയിലെ വിടവിലൂടെ ഒലിച്ചിറങ്ങുന്നു. അവൻ്റെ യുദ്ധം തീർന്നിട്ടില്ല. അവൻ്റെ യുദ്ധം തീർന്നിട്ടില്ല. താങ്ക് യു. എൻ്റെ ആദ്യത്തെ ചോദ്യം MR രേണുകുമാറിനോടാണ്. താങ്കളുടെ മഹാത്മാ അയ്യങ്കാളി ജീവിതവും ഇടപെടലുകളും എന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. അയ്യങ്കാളിയുടെ മൂവ്മെൻറ്റ് വർത്തമാന കേരള സമൂഹത്തിൽ എത്രത്തോളം പ്രസക്തമാണ്? ജയ് ഭീം ടു ഓൾ. കൃത്യമായി ഈ ചോദ്യത്തിൻ്റെ ഒരു മറുപടി അല്ലെങ്കിൽ വിശദീകരണം എന്ന നിലയിൽ വളരെ ചുരുക്കമായി സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ് അയ്യങ്കാളി സമകാലിക പ്രസക്തി എന്നുള്ളത്. സൂചിപ്പിച്ചു, ചുരുക്കമായാണ് സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1940കളിൽ അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനത്തിന് ശേഷം അദ്ദേഹം വിസ്മൃതനാകുന്ന അല്ലെങ്കിൽ മറക്കപ്പെടുന്ന ഒരു സന്ദർഭം കേരളത്തിലുണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന IMS നമ്പൂതിരിപ്പാട് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നൊരു പുസ്തകം എഴുതുമ്പോൾ 1900 തുടക്കത്തിൽ കേരളത്തിൽ ജനാധിപത്യ സമരങ്ങൾക്കും സാമൂഹ്യ നീതിക്കും ഒക്കെ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യധാരയിൽ പൊതുവീഥികളിൽ വലിയ ജനാധിപത്യ സമരങ്ങൾ അയ്യങ്കാളിയുടെ മുൻകൈയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം എഴുതുന്ന കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സമരങ്ങളെക്കുറിച്ചോ യാതൊരു പരാമർശവും ഇല്ല എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അയ്യങ്കാളി അങ്ങനെ വിസ്മൃതനായി പോയത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കാരണം ഈ പൊതുവെ ഒരു വരേണ്യമായിട്ടുള്ള ഒരു സവർണമായിട്ടുള്ള ഒരു ഇടപെടൽ ഭാഷയ്ക്കകത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്ര രചനയ്ക്കകത്ത് സ്വാഭാവികമായും ഒഴിവാക്കപ്പെടേണ്ട മനുഷ്യരുണ്ട്. അവരുടെ സമരരൂപങ്ങളൊക്കെ ഒഴിവാക്കപ്പെടുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അത് ജാതിയുടെ, കാസ്റ്റിൻ്റെ ഒരു പ്രവർത്തനമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ജാതി മൂല്യം ഒരു ചരിത്രകാരൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ 1979 THP ചെന്താരശ്ശേരി എന്ന ഒരു ദലിത് ചരിത്രകാരനാണ് അയ്യങ്കാളിയുടെ ജീവചരിത്രം ഏറെക്കുറെ സമഗ്രമായി മലയാളത്തിൽ രചിക്കുന്നത്. അതിനു മുമ്പും ജീവചരിത്ര കുറിപ്പുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു സാമാന്യമായ രീതിയിൽ ഒരു ലക്ഷണയുക്തമായ ജീവചരിത്ര ഗ്രന്ഥമുണ്ടാകുന്നത് 1979 ഈ പുസ്തകത്തിൻ്റെ രചന ആണ് യഥാർത്ഥത്തിൽ പിന്നീട് നടന്നിട്ടുള്ള 80കൾക്ക് ശേഷവും 90കൾക്ക് ശേഷവും ഒക്കെ ഉള്ള ഒരു കേരളത്തിൽ അയ്യങ്കാളിയെ ഒരു പ്രത്യേക രീതിയിൽ വളരെ സ്വതന്ത്രമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കലായ ഉള്ളടക്കത്തോടു കൂടി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ, അദ്ദേഹത്തിനെ റിട്രീവ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ആദ്യ പടി എന്ന നിലയ്ക്ക് ഈ പുസ്തകമാണ് കാരണമാകുന്നത്. അതിനുശേഷമാണ് മറ്റ് രചനകളൊക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഒരു ദലിത അവബോധമാണ്, ഒരു സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ദലിത അവബോധമാണ്. വിദ്യാഭ്യാസം ചെയ്ത ദലിതരായിട്ടുള്ള മലയാളികളാണ് അയ്യങ്കാളിയെ ഒരു 30-40 വർഷത്തെ മൗനത്തിന് ശേഷം കേരളത്തിൽ വീണ്ടെടുക്കുന്നത്. അതിൻ്റെ പിന്നിൽ അംബേദ്കറൈറ്റ് ചിന്തകളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള, അതായത് ഒരു വിദ്യാഭ്യാസം നേടി ഇടതോ വലതോ അല്ലാത്ത ഒരു സ്വതന്ത്ര ചിന്തയിലേക്ക്, ഒരു സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ദലിത് അവബോധത്തിലേക്ക് വന്ന കേരളത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള മനുഷ്യരാണ് യഥാർത്ഥത്തിൽ അയ്യങ്കാളിയെ വീണ്ടെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന ആവിഷ്കാരപരവും ജനാധിപത്യപരവും മൗലികമായിട്ടുള്ള എല്ലാ അധികാര ഭരണകൂടത്തിൻ്റെ നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ അധികാര ദംസനത്തെയും നേരിടാനായിട്ട്
നമുക്കിപ്പോൾ കയ്യിലുള്ളത് പലപ്പോഴും അംബേദ്കർ ഉറച്ചു നിൽക്കുന്ന ഒരു ജനാധിപത്യ ചിന്തയുണ്ട്. അയ്യൻകാളിയുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന പലതരത്തിലുള്ള മൗലിക അവകാശങ്ങളെയും നേരിടാനുള്ള ഒരു എനർജി നൽകുന്നത്. അപ്പം അങ്ങനെയാണ് അയ്യൻകാളിയുടെ ഒരു സാമൂഹ്യ പ്രസക്തി കേരളത്തിൽ നിലനിൽക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് പുതിയ ദലിത് അവബോധത്തിൻ്റെ വെളിച്ചത്തിൽ അയ്യൻകാളിയെക്കുറിച്ച് ഒരു ജീവചരിത്ര പുസ്തകം ഞാൻ എഴുതിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഒരു വിശദീകരണം. എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് വിനിലിൻ്റോടാണ്. കലാസാഹിത്യ രംഗത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അടുത്തിടെ വന്ന മീശ എന്ന നോവൽ നേരിട്ട പ്രതിസന്ധികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ എമ്പുരാൻ എന്നൊരു സിനിമയ്ക്ക് നേരെ ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. ചുരുക്കി പറഞ്ഞാൽ 1973 നിർമ്മാല്യത്തിൽ നിന്നും 2025 എമ്പുരാനിലെത്തുമ്പോൾ ഭരണഘടന അനുവദിച്ച് നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന മൗലികാവകാശത്തിൻ്റെ ഭാവി എന്താണ്? നിർമ്മാല്യത്തിൽ നമ്മൾ കണ്ടതാണ് ശ്രീകോവിലിൽ നേരെ ദേവിക്ക് നേരെ തുപ്പുന്ന ആ ദൃശ്യം. അവിടെ നിന്ന് എമ്പുരാനിൽ മോഹൻലാൽ വന്നിട്ട് സോറി പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എഴുതേണ്ട അവസ്ഥയായി. ഇതിനെക്കുറിച്ച് വിനിലിന് എന്താ പറയാനുള്ളത്? ഇത്ര ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരു അവസരം അനുവദിച്ച എല്ലാവരോടുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു. കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററിയും കേരളത്തിൻ്റെ ഒരു കറണ്ട് പൊളിറ്റിക്സും എല്ലാം പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. മലയാളികൾ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കൂട്ടം ആളുകളാണ്. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി തന്നെയാണ് എപ്പോഴും മലയാളികളുടെ എല്ലാവിധ കാര്യങ്ങളും. അപ്പോൾ അത് നമ്മൾ പുറകോട്ട് പോയിട്ട് പറയുമ്പോൾ, അതായത് ഈ ഇന്ത്യയിലൊരു കാസ്റ്റ് സിസ്റ്റം എല്ലായിടത്തും ഉണ്ട്, കാസ്റ്റ് പ്രാക്ടീസ് വളരെ ശക്തമായിട്ടുണ്ടെങ്കിലും, അപ്പോൾ സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ പരിശോധിച്ചിട്ട് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു മലയാളികളുടെ കാസ്റ്റ് പ്രാക്ടീസ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ഇപ്പം കേരളത്തിലെ തന്നെ കാസ്റ്റിൻ്റെ ഒരു ഹൈറാർക്കി നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യയിലെല്ലായിടത്തും ബ്രാഹ്മിൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ മലയാളികൾക്കിടയിൽ ബ്രാഹ്മൺ കഴിഞ്ഞാൽ പിന്നെ വൈശ്യരുമില്ല, ക്ഷത്രിയരുമില്ല, പിന്നെ വരുന്ന ശൂദ്ര കാസ്റ്റാണ് വരുന്നത്. ഈ 2 ലെയർ നടക്കത്തില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പൊല്യൂഷനും ഒരു പെട്ട ഒരാൾ അപ്പർ കാസ്റ്റിൽപ്പെട്ട ഒരാളെ തൊട്ടാലാണ്, സ്പർശനത്തിലൂടെ ആണെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോഴത്തേനും അത് കണ്ടാൽ ദൃഷ്ടിയിലൂടെ തന്നെ കുഴപ്പമാകുന്നു. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലൊരു കുഴപ്പം പിടിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ പിന്നെ നമ്മൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സങ്കല്പമൊക്കെ വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്നു. കേരളം ലിറ്ററസി റേറ്റ് ഭയങ്കര കൂടുതലാണ്, ഹോസ്പിറ്റലുകളുടെ എണ്ണം, അങ്ങനെ പല കാര്യങ്ങൾ കൂടുതലാണെങ്കിലും അതേ കേരളത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSSന് ബ്രാഞ്ചുകളുള്ളതും കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ RSS ബ്രാഞ്ചുകളുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരളമാണ്. അപ്പോൾ ഇത്തരത്തിൽ മൊത്തത്തിലൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറും ഹിസ്റ്ററിയും കാസ്റ്റും എല്ലാം നിലനിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് കേരളമെന്ന്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ളൊരു സോഷ്യൽ മൂവ്മെൻറ്റുകളും അയ്യങ്കാളിയും പൊയ്കയിലപ്പച്ചനും പാമ്പാടി ജോൺ ജോസഫ് തുടങ്ങിയ ആളുകളൊക്കെ വരുന്നൊരു കോണ്ടക്സ്റ്റിലാണ് വേറൊരു രൂപത്തിലേക്ക് ഒരു സിറ്റിസൺഷിപ്പിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ആലോചന പോലും ഉയർന്നൊക്കെ വരുന്നു. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പിൽക്കാലത്ത് ഇപ്പം രേണുചേട്ടനൊക്കെ സൂചിപ്പിച്ച പോലെയുള്ള ഹിസ്റ്ററിയിലായി ചെന്താരശ്ശേരിയെ പോലെയുള്ള ആളുകളൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുന്നു. അപ്പം അവിടം മുതലൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ആവിഷ്കാരത്തെക്കുറിച്ചുള്ളൊരു ആലോചനകളൊക്കെ പ്രധാനമായും വരുന്നത്. അപ്പം കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററിയും കേരളത്തിൻ്റെ എല്ലാം ഒരു ടെമ്പിൾ സെൻറ്റേഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം തന്നെയാണ്. ഇപ്പോൾ ഹിസ്റ്ററിയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ എപ്പോഴും കേരള അല്ലെങ്കിൽ മലയാളികൾ ഫോം ചെയ്തു വരുന്നത് ടെമ്പിൾ സെൻറ്റേഡ് ഇക്കോണമിയിൽ നിന്നാണ് എന്നുള്ളൊരു സങ്കല്പമാണ്. ഇപ്പോഴാണ് അത് മാറിയ കടലും വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളൊരു ആലോചനയ്ക്ക് ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ക്ഷേത്രവും ആ ഒരു കാസ്റ്റുമായിട്ട് കേന്ദ്രീകരിച്ചിട്ടുണ്ട് മലയാളികളുടെ എല്ലാവിധ വികസനം എന്നുള്ളൊരു സങ്കല്പം നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെ ആദ്യ സമയങ്ങൾ മുതൽ തന്നെ ചെറിയ തോതിൽ ചലഞ്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം വളരെ പെട്ടെന്ന് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവുകയും അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ ശക്തികൾ കേന്ദ്രത്തിലൊക്കെ മുറുക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും കാര്യങ്ങളും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് എല്ലാ രീതിയിലുമുള്ള. അതായത് അതിനെ കാസ്റ്റിനെയും ഈ ഹിന്ദുത്വ സിസ്റ്റത്തിനെയും വളരെ ശക്തമായ രീതിയിൽ ഉറപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എപ്പോഴും ഡോമിനൻ്റ് ആയിട്ട് തന്നെയാണ് കേരളത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അത് ലെഫ്റ്റ് പാർട്ടികളുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാലും റൈറ്റ് വിങ്ങിൻ്റെ പരിശോധിച്ചാലും ഏത് പാർട്ടികളുടെ പരിശോധിച്ചാലും അവിടെയെല്ലാം നമ്മൾ കാണുന്ന അപ്പർ കാസ്റ്റിൽപ്പെട്ട ഈ കാസ്റ്റിനെയും ഹിന്ദു സിസ്റ്റത്തിനെയും കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിസ്റ്ററി പരിശോധിച്ചാലും ഒക്കെ നമ്മൾ കാണും.
അപ്പോൾ ആ ഒരു കുഴപ്പമാണ് എല്ലാ ഇടങ്ങളിലും നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് മോഹൻലാൽ ഈ സമീപ സമയങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു സിനിമ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ അതിനെതിരായിട്ട് അതിനകത്ത് എല്ലാ വിഭാഗം പൊളിറ്റിക്കൽ പാർട്ടികളെയും പരിഹസിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മോഹൻലാൽ വളരെ പെട്ടെന്ന് പരിഭ്രാന്തനാകുകയാണ്. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ കൊറോണയുടെയൊക്കെ സമയത്ത് പ്ലേറ്റ് കൊട്ടുകയും തീ കത്തിക്കുകയും പന്നക്കൊത്തുകയൊക്കെ ചെയ്ത ആളാണ്. ഇപ്പോൾ മോദി പറയുന്നതെല്ലാം അനുസരിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു കാര്യം അനുസരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം സൂപ്പർ സ്റ്റാറുകളുടെ ഒരു നാടുകൂടാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നാട്ടിൽ അവർ ഭയങ്കര ഭയത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇമാതിരി കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരിക്കലും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളൊരു നിലയിലൊന്നും കാര്യമായ രീതിയിൽ വരുന്നില്ല. നോവലുകൾ പിൻവലിക്കേണ്ടി വരുന്നു. അതായത് 2-3 ലക്കം പ്രസിദ്ധീകരിച്ച് ഏതെങ്കിലും ഒരു ജേണലിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന നോവലിൽ ഒരു ഹിന്ദുത്വ വിരുദ്ധ അല്ലെങ്കിൽ ഹിന്ദുത്വ സിസ്റ്റത്തിനെതിരായുള്ള ഒരു പരാമർശം വരുമ്പോൾ ആ നോവൽ പിൻവലിക്കുന്നു. മാതൃഭൂമി എന്ന് പറഞ്ഞ ഒരു ആഴ്ചപ്പതിപ്പിൽ വലിയ തോതിൽ പരസ്യം ഭീമ ജ്വല്ലറിക്കാരാണ് ഏറ്റവും വലിയ പരസ്യ എമൗണ്ട് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ കാരണത്താൽ അവർ പരസ്യങ്ങൾ പിൻവലിക്കുന്നു. അപ്പോൾ വലിയ ലക്ഷങ്ങളുടെ നഷ്ടം ആ പ്രസിദ്ധീകരണത്തിന് വരുന്നു എന്ന കാരണത്താൽ അവർ അത് ആ നോവൽ വേണ്ടെന്ന് വെക്കുന്നു. അദ്ദേഹത്തെ പിന്നീട് ഒരു പ്രോഗ്രാമിനും മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കും വിളിക്കാതെ ഇരിക്കുന്നു. അദ്ദേഹം പോകുന്നുമില്ല, അത് വേറെ കാര്യം. അപ്പം ഇത് മലയാളികളെ സംബന്ധിച്ച് പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേനും 100% ലിറ്ററസിയാണ് വലിയ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് ഒക്കെ പറയുമെങ്കിലും അത് വളരെ കൃത്യമായ ഒരു ഹിന്ദു സിസ്റ്റത്തിനുള്ളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്കങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. പുറത്ത് നോക്കുന്നവർക്ക് അങ്ങനെ ഉണ്ട് എന്ന് തോന്നുമെങ്കിലും അങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും കാര്യമായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു നാട് തന്നെയാണ്. അത് സിനിമയാണെങ്കിലും എന്ത് മേഖലകൾ നമ്മൾ പരിശോധിച്ചാലും. പക്ഷെ അതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു 90-കൾ മുതൽ വരുന്ന അല്ലെങ്കിൽ ഒരു 80-കളുടെ അവസാനം മുതൽ ശക്തമായ രീതിയിൽ വരുന്ന ഒരു ദളിത് മൂവ്മെൻറ്റുകളും എഴുത്തുകളും അവരുടെ പ്രഭാഷണങ്ങളൊക്കെ വരുന്നൊരു കോണ്ടക്സ്റ്റിൽ മാത്രമാണ്. അംബേദ്കർ ആശയങ്ങളൊക്കെ പരിഭാഷ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലയിലൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഐഡിയ പോലും കൃത്യമായി വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. என்னோட கேள்வி இதாக இருந்தது. மோகன்லால் வந்து ரீசெண்டாக வந்து எம்புரான் அந்த படத்தில் வந்து கோத்ரா ரயிலரிப்பு சம்பவம் வந்ததுக்காக பலத்த எதிர்ப்புக்கு பிறகு சோஷியல் மீடியாவில் மன்னிப்பு கேட்டிருந்தார். நீங்கள் பார்த்தீங்கன்னா 1973 வந்து நிர்மால்யம் அப்படின்னு ஒரு படம் வந்திருந்தது. எம்டி வாசுதேவன் நாயர் டைரக்ட் பண்ண படம். அந்த படத்தில் பார்த்தீங்கன்னா கருவறையில் இருக்கிற தேவியை வந்து துப்புறதா கடைசி ஷாட் முடியும். அங்கேருந்து எம்புரானில் இங்கே வந்து நிற்கிறோம். அதுதான் நான் கேட்டேன். என்ன சொல்ல, முற்போக்கு சமூகம்னு சொல்லப்படுற இல்லைன்னா கல்வியறிவு பெற்ற கேரளா அப்படின்னு நம்ம சொல்கிற இதில் வந்து கரண்ட் நிலவரத்தில் வந்து படைப்பு சுதந்திரம் எப்படி இருக்குது அப்படின்னு அவரோட பதில் வந்து அது கண்டிப்பாக இதாவது மோசமாக இருக்குது அப்படின்னு தான் சொல்கிறாரு. வெளியில் வந்து பார்க்குறது வந்து எல்லாம் வந்து நம்ம முற்போக்கு சமூகம்னு சொல்லப்பட்டால் கூட வந்து இப்போ வந்து அது அச்சுறுத்தலுக்கு உள்ளாக இருக்குது. எல்லாருமே பயந்து தான் எல்லாமே செய்ய முடியுது. வலதுசாரிகளோட ஆதிக்கம் அதிகமாக இருக்குது அப்படிங்கிறது அவர் சொல்கிறாரு. എൻ്റെ ചോദ്യം സുകുമാരൻ ചാലികതയോടാണ്. അടുത്ത ചോദ്യം, താങ്കൾ റാവുള ഭാഷയിലാണ് എഴുതുന്നത്. അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോൾ ഭാഷാപരമായ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇതൊന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നല്ലതായിരിക്കും. എന്താണ് റാവുള ഭാഷ എന്നുള്ളത്? അല്ല, അതല്ല, മോഡറേറ്റർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നല്ലതായിരിക്കും തോന്നുന്നു. അതായത് മലയാളത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണെന്നുള്ളൊരു കാര്യം പറയാം. ഓക്കെ, അല്ല ഞാൻ അവസാനം പറയാമെന്ന് വിചാരിച്ചു, ചോദ്യവും മറുപടിയായിട്ട്. ശരി, വേണമെങ്കിൽ ഞാൻ പറയാം. தமிழ்நாட்டில் வந்து நம்ம பழங்குடியினர் இலக்கியம் அது வந்து பதிவு செய்யப்படுறது அப்படிங்கிறது வந்து ஒரு கேள்வியில் இருக்குது. இப்போ கேரளாவில் பார்த்தீங்கன்னா கிட்டத்தட்ட 32 மொழிகள், பழங்குடியினர் மொழிகள் வந்து எழுத்து வடிவில் அவங்க வந்து அந்த மொழியை வந்து பதிவு பண்ண முடியுது. அதில் வந்து ஒரு மொழி தான் ராவுளா. அதாவது அந்த அந்த எல்லாரும் எழுதுகிற கவிதையும் வந்து ஒரே மொழியில் இருக்காது, அவங்களோட வேறு வேறு மொழிகள். இந்த நான் 32ன்னு சொல்கிறது வந்து நிறைய மொழிகள் வந்து அழிவு நிலையில் தான் இருக்குது. ஏன்னா வந்து இளைய தலைமுறை வந்து மலையாளம் தான் பேசுகிறாங்க. இதை வந்து நீங்கள் பழங்குடியினர் மொழியை மலையாளம்னு சொல்ல முடியாது. ஏன்னா தமிழ் கலந்துருக்கோம், கன்னடா கலந்துருக்கோம், அந்த மாதிரி இருக்கும். ஸோ அதில் வந்து சுகுமாரன் சாலிகதா எழுதுறது ராவுளா அப்படிங்கிற மொழி. அதை பற்றின கேள்வி தான் இது. எங்கூட പിന്നെ ബാക്കുൻ്റെ പേര് റാവള ബാക്കാണ്ട് ജാതിക്ക് റാവള എൻ്റെ പറയണ്ടി ആ വാക്കിലെൻ്റെ നാത് എന്നൊക്കെ എഴുതി കാണാൻ പറ്റി. ഇതാണ് എൻ്റെ ഭാഷ.
തമിഴും കന്നഡയും തെലുങ്കും കലർന്നിരിക്കുന്ന ഒരു ഭാഷയാണ് റാവള ഭാഷ. അപ്പോൾ ഒരു കാലത്ത് കേരളത്തിൽ നമ്മൾ വായിച്ച് പഠിച്ച സാഹിത്യങ്ങൾ മൊത്തം മറ്റുള്ളവർ എഴുതിയിരുന്ന, അതിലേക്ക് സംസ്കൃത പദങ്ങൾ ചേർത്തിട്ട് എഴുതിയിരുന്ന ഒരു സാഹിത്യ രൂപമാണ് ഞാനും പഠിച്ചത്. ഇവിടെ ഇരിക്കുന്ന മലയാളികൾ എല്ലാം അത്തരത്തിലുള്ള കവിതകൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ആ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഒരു 10 വർഷം മുന്നേ കേരളത്തിൽ കേരള സാഹിത്യ ലോകത്തിലേക്ക് അവിടുത്തെ ഒരു 36-40 കവികൾ, എഴുത്തുകാർ പുറത്തേക്ക് വരുന്നത്. അത് അവരുടെ ജീവിതമാണ് അവർ എഴുതിയിരുന്നത്. സ്വന്തമായ പുറത്തുള്ള ആൾക്കാർ, ആദിവാസികളെ കുറിച്ച് എഴുതുന്നതിനേക്കാളും നമ്മളെക്കുറിച്ച് എഴുതുമ്പോഴാണ് അതിനൊരു കുറച്ച് ശക്തി ഉണ്ടാവുക. അത്തരത്തിലൊരു തോന്നൽ അവർക്ക് ഉണ്ടായത് കൊണ്ട് ഇന്ന് ഒരു 41-50 കവികളെ നമ്മുടെ കേരളത്തിൽ കിട്ടി. അപ്പം ഞാൻ ആ ഭാഷയിൽ എഴുതുന്നുണ്ട്. അപ്പോൾ ഈ സംസ്കൃത പദങ്ങളുടെ സാഹിത്യ ലോകം ഇന്ന് കേരളത്തിലില്ല. അത് മൊത്തം അങ്ങ് പോയി. ഞാൻ എൻ്റെ റാവള ഭാഷ മലയാളത്തിലേക്ക് മൊഴിമാറ്റുമ്പോൾ തന്നെ എൻ്റെ ഭാഷയിലുള്ള ചില പദങ്ങൾക്ക് മലയാളത്തിൽ ഭാഷയില്ല. എനിക്ക് മലയാളത്തിൽ നിന്ന് എടുത്ത് പിന്നെ ചെയ്യാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്താക്കി, ഞാനും അവർ ചെയ്ത ആ രീതി അങ്ങ് പിന്തുടർന്നു. എൻ്റെ ഭാഷ മലയാളത്തിനോട് മിക്സ് ചെയ്തിട്ട് കവിത എഴുതാൻ തുടങ്ങി. ആ കവിതകൾ ഇന്ന് കേരളത്തിലുള്ള മലയാളി എന്ന് പറഞ്ഞ് നടക്കുന്ന കേരളീയർ വായിച്ച് ആ ഭാഷയും സംസാരിക്കാൻ തുടങ്ങി. അത് എൻ്റെ ഒരു സമരമായിരുന്നു. ആ സമരം விஜயிச்சு. என்னோட கேள்வி இதாக இருந்தது. என்னென்னா, இப்போ இவங்க வந்து ராவள பாஷையில் ஒரு கவிதை எழுதுறாங்க அப்படின்னா, அது நீங்கள் புத்தகம் பதிப்பிக்கிறதுக்கு முன்னாடி முதல்ல மலையாளத்தில் மொழிபெயர்க்க வேண்டியிருக்கும். அதோட சிக்கல் என்ன அப்படிங்கிறது தான். அதில் அவங்களுக்கு என்னெல்லாம் பிரச்சனைகள் எதிர்கொள்ள வேண்டியிருக்கு அப்படின்னு தான் நான் கேட்டேன். அவர் அதை தான் சொல்கிறாரு. அது வந்து மலையாளத்தில் வந்து சில வார்த்தைகள் இல்லை அப்படிங்கிறாரு. அவங்க வந்து கோத்திர சாகித்யம், பழங்குடியினர் இலக்கியம்னு நம்ம வச்சுக்கலாம். அந்த அந்த பொயம் ஒரு கவிதையை மொழிபெயர்க்கும் போது அதற்கு சரியான வார்த்தைகள் மலையாளத்தில் இல்லை அப்படின்னு சொல்கிறாரு. சில வார்த்தைகள் அப்படியே தான் பயன்படுத்த வேண்டியிருக்கு. அப்படி ஒரு புதிய அதை தான் வாசகர்களுக்கு கொடுக்க வேண்டியிருக்கு அப்படின்னு சொல்கிறாரு. இப்போ இந்த ചോദ്യം MR രേണുകുമാറോടാണ്. മുഖ്യധാര സാഹിത്യത്തിൽ ദളിത് സാഹിത്യം കൃത്യമായി ഇടകലർന്നിട്ടുണ്ടോ അതോ പൂർണ്ണമായി മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയിലാണോ മലയാള സാഹിത്യത്തിൽ? ഈ മലയാളത്തിലെ ദലിത് സാഹിത്യത്തിന് ഇതര ഇന്ത്യൻ ഭാഷകളിലെ ഒരു ദലിത് സാഹിത്യത്തിൽ നിന്ന് ഒരു വലിയ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, ഈ ഇന്ത്യയിൽ ദലിത് സാഹിത്യം എന്ന് പറയുന്നത് അത് രൂപപ്പെടുന്നത് അതിൻ്റെ ഒരു ബീജാവാപം ഉണ്ടാകുന്നത് 1950-കളിലാണെങ്കിലും അത് മറാത്തയിലാണ് 1970-കളിൽ സജീവമാകുന്നത്. അതൊരു വലിയ ചരിത്രമുള്ളതാണ്. നമുക്കത് പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ ദലിത് സാഹിത്യം എന്ന് പറയുന്ന ഒരു വിഭാഗം സാമാന്യമായെങ്കിലും ഉള്ള ഒരു ഭാഷ മലയാളമാണെങ്കിൽ മലയാളത്തിലാണ് ഏറ്റവും ഒടുക്കം ഒരു പക്ഷേ ഇന്ത്യയിൽ ദലിത് സാഹിത്യം രൂപപ്പെടുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വിനിലിവിടെ സൂചിപ്പിച്ചതുപോലെയാണ്. കാരണം വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാംസ്കാരിക സാമൂഹ്യ ജീവിതവും ഇടപെടലുമുള്ള ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വളരെ ലൗഡായിട്ടുള്ള ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇവിടെ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ നിലനിൽക്കുന്നത് പോലെ വളരെ പ്രകടമായിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ കേരളത്തിലും ഉണ്ട്. പക്ഷേ പൊതുവിൽ വളരെ പ്രകടമായിട്ടുള്ള ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. കാരണം ഈ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഒരു നവോത്ഥാനത്തിൻ്റെ, ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അയ്യൻകാളിയുടെയും പൊയ്കേൽ അപ്പച്ചൻ്റെയും ഒക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ സാമൂഹ്യ ഇടപെടലുകളിലൂടെ കുറേയൊക്കെ അത് മാറിയിട്ടുണ്ട്. അപ്പം വളരെ സൂക്ഷ്മമായിട്ട് ഈ കാസ്റ്റ് റിലേഷൻസ് വളരെ സജീവമായി, വളരെ ബുദ്ധിപരമായി, ശാസ്ത്രീയമായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ തിക്തഫലങ്ങൾ
ഈ ദലിതരായ മനുഷ്യരും സ്ത്രീകളും മുസ്ലിങ്ങളും ആദിവാസികളും ഒക്കെ അനുഭവിക്കുമ്പോഴും നമുക്ക് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു കാസ്റ്റ് പ്രശ്നം ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയും സംസ്കാരവും സാഹചര്യവുമൊക്കെയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ദലിത് സാഹിത്യം എന്ന് പറഞ്ഞ് വളരെ സവിശേഷമായിട്ടുള്ള ഒരു കണ്ടന്റ് മുമ്പോട്ട് വെക്കാനായിട്ട് ഇതര ഭാഷകളിലെ പോലെ മലയാളികൾക്ക് കഴിയില്ല. അതുകൊണ്ട് കൂടിയാവാം 90-കൾക്ക് ശേഷം അല്ലെങ്കിൽ 2000-ന് ശേഷം ഇപ്പോൾ പോലും കേരളത്തിൻ്റെ ഒരു സാഹിത്യ മണ്ഡലത്തിൽ ദലിത് സാഹിത്യം അതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിക്കുന്ന മുഖ്യധാരാ വിമർശകരും മനുഷ്യരുമൊക്കെയാണ് അവിടെയുള്ളത്. അപ്പോൾ ഞാനൊക്കെ ഒരു 25-30 വർഷമെങ്കിലുമായി ദലിത് സാഹിത്യത്തിൻ്റെ പലതരത്തിലുള്ള സാധ്യതകളെക്കുറിച്ച് പല വേദികളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എനിക്ക് ശേഷം വിനയ ഉൾപ്പെടെയുള്ളവർ അത് സാഹിത്യവും സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പറയുന്നു. പക്ഷെ ഇപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു സാഹിത്യമുണ്ടല്ലോ, പൊതുവായ ഒരു ഇടമുണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് പ്രത്യേകിച്ച് ഇത് പറയുന്നത് എന്നൊരു ചോദ്യമാണ്. കാരണം 3 പതിറ്റാണ്ട് മുമ്പ് മറുപടി പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ് വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഇന്ന് അടുത്ത ആഴ്ച ഒരു പരിപാടിക്ക് ഒരു പ്രോഗ്രാമിന് ഞാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുവേദിയെ അഭിമുഖീകരിച്ചാലും ഇതേ ചോദ്യം തന്നെയായിരിക്കും അവർ ചോദിക്കുക. ഈ ഒരു സ്ഥലത്ത് സവിശേഷമായിട്ടുള്ള ഒരു സാമൂഹിക പ്രശ്നം, സവിശേഷമായിട്ടുള്ള ഒരു സാഹിത്യം ധാര ഉണ്ട് എന്ന് പറഞ്ഞ് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇത് നേരിട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ 3 പതിറ്റാണ്ടുകൾ കൊണ്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് പല രീതിയിൽ ഇവരോട് ഒരു ഇൻ്റർഫേസിൽ ഡയലോഗിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെയാണ് അത് അതിൻ്റേതായിട്ടുള്ള ഒരു മുദ്ര കേരളത്തിൻ്റെ ഒരു മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയത്. തീർച്ചയായും ഇന്ന് കേരളത്തിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള സവിശേഷമായിട്ടുള്ള ഒരു ദലിത് സാഹിത്യവും അതിൻ്റെ എസ്തെറ്റിക്സും അതിൻ്റെ പലതരത്തിലുള്ള ഭാവുകത്വങ്ങളും മലയാള സാഹിത്യത്തെ തന്നെ മാറ്റിമറിക്കാനും പുനരാലോചിക്കാനുമൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ സ്ത്രീകളുടെ എഴുത്ത്, നമ്മൾ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന എഴുത്തും ദലിത് റൈറ്റിങ്ങും ട്രൈബൽ മേഖലയിൽ നിന്ന് വരുന്ന ട്രൈബൽ റൈറ്റിങ്ങും ഒക്കെ കൂടുതൽ ജനാധിപത്യപരമാക്കാൻ സാഹിത്യ മണ്ഡലത്തെ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ നീതിയിലും ലിംഗനീതിയിലുമൊക്കെ അധിഷ്ഠിതമായിട്ടുള്ളൊരു ഭാവുകത്വം മുമ്പോട്ട് വെക്കേണ്ടതാണ് എന്ന രീതിയിൽ നിലവിലുള്ള മുഖ്യധാര മലയാള സാഹിത്യത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ സവിശേഷമായിട്ടുള്ള കർത്തൃത്വങ്ങൾക്ക്, സബ്ജക്റ്റിവിറ്റികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തീർച്ചയായും വളരെ പ്രസക്തമാണ്. അതൊരു പ്രോസസ്സാണ്, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു. என்னோட கேள்வி இதாக இருந்தது. அதாவது மைய நீரோட்டம்னு நம்ம சொல்கிற விஷயத்தில் வந்து தலித் கேரளாவில் மலையாள இலக்கியத்தில் தலித் இலக்கியம் வந்து தனியாக பார்க்கப்படுதா இல்லைன்னா அதோட கலந்து பார்க்கப்படுதா அப்படிங்கிற கேள்வியாக இருந்தது என்னோடது. ரேணுகுமா அவங்களோட பதில் என்னவா இருந்தது அப்படின்னா, கடைசி 30 வருஷங்களாக தான் மலையாள இலக்கியத்தில் தலித் இலக்கியம் அப்படின்னு ஒன்றை வந்து நம்ம பிரதிநிதித்துவப்படுத்தி பார்க்க முடியுது அப்படின்னு. ஏன்னா வந்து ஜாதி விஷயமா என்னோட ஜாதியில் இந்த பிரச்சனை இருக்குது அப்படிங்கிறது நீங்கள் ஏன் தனியாக சொல்லணும் அப்படிங்கிற, ஏன்னா இடதுசாரி அரசியல் கேரளாவில் இருக்கு இல்லையா, உங்களுக்கு நீங்கள் எதுக்கு தனியாக சொல்கிறீங்க, உங்களோட பிரச்சனைகளை வந்து நீங்கள் பொது இலக்கியத்தில் வச்சா போதுமே அப்படிங்கிற விஷயம் இருந்தது. ஸோ அவர் என்ன சொல்கிறாருன்னா, இந்தியாவில் எல்லா மாநிலத்திலையும் தலித் இலக்கியம் வந்த பிறகு கடைசியாக தான் கேரளாவில் வந்தது. அதை வந்து ஒரு கடைசி 30 வருஷமாக தான் நாங்கள் எங்களுக்கு இந்த பிரச்சனை இருக்குது அப்படின்னு சொல்லி எழுத முடியுது. இந்த கேள்வி வந்து எல்லாருமே முக்கியமாக எழுப்புறாங்க அப்படின்னு சொல்லி சொல்கிறார். അടുത്ത ചോദ്യം സുകുമാരൻ്റെ അടുത്താണ്. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ആദിവാസി സമൂഹത്തിൻ്റെ കൈകളിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടോ? ഭരണകൂടത്തിനാൽ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടോ നിങ്ങൾക്ക്? കൃത്യമായിട്ടങ്ങനെ എത്തിയിട്ടില്ല. കേരളത്തിലെ ആദിവാസികൾക്ക് കൃത്യമായ അവരുടെ ആനുകൂല്യം ലഭിച്ചിരുന്നെങ്കിൽ ഇന്നും കേരളത്തിലുള്ള പല ആദിവാസി വീടുകളും 2 നിലയും 3 നിലയും ആയി വർദ്ധിച്ചേനെ. ഇപ്പോഴും കുടിലും കക്കൂസും പിന്നെ കുടിവെള്ളവും ഇല്ലാതെ ഇപ്പോഴും ജീവിക്കുന്നവരുണ്ട്. ഞാനും ഒരു കുടിലാണ് താമസിക്കുന്നത്, ഷീറ്റ് മേഞ്ഞ ഒരു കുടിലിൽ. അപ്പം ഞാനും ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ കിട്ടാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും കേരളത്തിൽ ജീവിക്കുന്നു. നമ്മൾ കേരളത്തിൽ നല്ല ജീവിതം എന്ന് അപ്പുറത്തേക്കൊരു ജീവിതം, ഒരു നരക ജീവിതം വയനാട്ടിലാണെങ്കിലും മറ്റ് ജില്ലകളിലുള്ള ആദിവാസി സമുദായങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് കൃത്യമായി ലഭിക്കുന്നത് മാത്രമല്ല, അവർക്ക് വൃത്തിയായ രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യം നമ്മുടെ സർക്കാരിനെ കുറ്റം പറയുന്നതല്ല, നമ്മുടെ ഭരിക്കുന്നവർ അതിൻ്റെ ഉദ്യോഗസ്ഥർ കൃത്യമായി ചെയ്തു കൊടുത്താൽ ആനുകൂല്യം മാത്രമല്ല, കൃത്യമായ ഓരോ വീട്ടിലുള്ള ഓരോ യുവാക്കൾക്ക് പിന്നെ ഒരു സർക്കാർ ജോലിയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഒരു കുടുംബം എങ്കിലും രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അത്തരത്തിൽ പോലും ചെയ്തിട്ടില്ല. അത് ചെയ്തു വരുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു എക്സ്ട്രാ ഒരു കാര്യം ഒന്ന് ആടിയിട്ടെന്ന് പറയാം. കേരളത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്, അത് എല്ലാവരും അറിയണമെന്നുള്ളതാണ് ആഗ്രഹം. നമുക്കറിയാം 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഈ പ്രിൻസ്ലി സ്റ്റേറ്റിലെ ആളുകൾക്കെല്ലാം മാലിഖാന എന്ന് പറഞ്ഞൊരു പെൻഷൻ സ്കീം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ ഈ പ്രിൻസ്ലി സ്റ്റേറ്റിലെ മെമ്പേഴ്സിനെല്ലാം 47 ശേഷം കൃത്യമായ ഒരു പെൻഷൻ കൊടുക്കുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് 75 ഇന്ദിരാഗാന്ധി വരുന്ന സമയത്ത് അത് നിർത്തി. എല്ലാവരും സിറ്റിസണാണ്, ഇവിടെ രാജാവും പ്രജയൊന്നുമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു ആ പെൻഷൻ സ്കീം സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ 2014 കേരളത്തിൽ ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത്. 2019 കേരള നിയമസഭയിൽ ഒരു MLA റഹീം കോഴിക്കോട് MLA ആണ്. അദ്ദേഹം ചീഫ് മിനിസ്റ്ററിനോട്, പിണറായി വിജയനോട് ചോദിക്കുന്നു, ഇങ്ങനെ കേരള സംസ്ഥാന സർക്കാർ പ്രിൻസ്ലി സ്റ്റേറ്റിലെ ഫോർമർ പ്രിൻസ്ലി സ്റ്റേറ്റിലെ മെമ്പേഴ്സിന് പെൻഷൻ കൊടുക്കുന്നുണ്ടോ, എത്ര പേർക്കാണ് കൊടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം. അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് 2014 മുതൽ 2019 വരെയായി 19,58,00,000 രൂപ കൊടുത്തു ഇവർക്ക്. കേരളത്തിൽ 33 രാജകുടുംബങ്ങളുണ്ടെന്നും ആ കുടുംബങ്ങളിലായിട്ടാണ് 1140 മെമ്പർമാരുണ്ടെന്നും ഇവർക്കായിട്ടാണ് പെൻഷൻ കൊടുക്കുന്നത്. അപ്പം സാധാരണ നമ്മൾ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പണിയൊക്കെ എടുത്ത് അധ്വാനത്തിന് ശേഷം 50-60 വയസ്സായതിനു ശേഷമുള്ള പെൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ രാജകുടുംബങ്ങളിലെ ആളുകൾ ജനിച്ചാൽ പോലും, അതായത് 6 മാസം പ്രായമുള്ള കുട്ടിക്ക് പോലും 2500-3000 രൂപ വീതം പെൻഷൻ കൊടുക്കുകയാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്. ഇനി 2022-23 വർഷത്തിൽ മാത്രം ഈ 33 കുടുംബത്തിന് കേരള സർക്കാർ കൊടുത്തത് 5,45,00,000 രൂപയാണ്. ഇനി രണ്ടാമത് വേറൊരു കാര്യം, കേരളത്തിൽ നിലനിൽക്കുന്നൊരു കാര്യമാണ് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുന്നതിനും റൂമുകൾ, സ്റ്റഡി റൂം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, പഞ്ചായത്തിൽ കൊടുക്കുന്നു, അവരൊരു മോഡലും മാതൃകയൊക്കെ പറഞ്ഞു തരുന്നു, അതിൽ മാത്രമേ ചെയ്യാവുള്ളൂ. ഈ കുടുംബത്തിലെല്ലാവരും അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കണം, അങ്ങനെ കുറേ ചട്ടങ്ങളുണ്ട്. എന്നാൽ കേരള സർക്കാർ കൊടുക്കുന്നുണ്ട് അഗ്രഹാരം റിപ്പയർമെൻറ്റിന് എല്ലാ വർഷവും 1,50,000 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് അഗ്രഹാരത്തിൽ താമസിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നവും ഒരേ സമയം കേരളത്തിൽ നിലനിൽക്കുന്നു. என்னோட கேள்வி இதாக இருந்தது. அரசோட சலுகைகள் வந்து ஆதிவாசி சமூகத்துக்கு வந்து சரியாக கிடைக்குதா, இல்லைன்னா வந்து ஏமாற்றப்படுறீங்களா அப்படின்னு. இதில் சுகுமாரன் அவங்கள நான் சொல்லணும், சாகித்ய அகாடமி இலக்கியம் அந்த குழுவில் வந்து அவர் ஒரு உறுப்பினராக இருக்கார். பட் அவர் என்ன சொல்கிறாருன்னா, எனக்கு சொந்தமாக குடியிருக்கிறதுக்கு நான் ஒரு ஷீட்டு உள்ள வீட்டில் தான் இருக்கிறேன், குடி தண்ணீர் வசதி கிடையாது, மின்சார வசதி கிடையாது, ஸோ சரியாக எதுவுமே நடக்கிறது இல்லை அப்படின்னு சொல்லி தான் அவர் சொல்கிறாரு. அதான் வினில் ஒரு கவுண்டர் வச்சார் அதுக்கு. அந்த அரசு குடும்ப வாரிசுகளுக்கு வந்து கொடுக்குற பென்ஷன் பற்றி கேட்ட விஷயங்கள் தான் நீங்கள் கேட்டுட்டு இருந்தீங்க. இத்தனை கோடி கொடுக்குறோன்னு சொல்கிறாங்க, ஆனால் வந்து ஆதிவாசி சமூகத்துக்கு இன்னும் எந்த சலுகைகளும் சரியாக சென்று சேரலை அப்படின்னு சொல்கிறாரு அவர். എൻ്റെ ചോദ്യം വിനിലിനോടാണ്. അടിമത്വവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളുടെ ഒരു സമാഹാരം DC ബുക്സ് പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ, വിനിലിൻ്റെ ബുക്ക്. ഇപ്പോൾ നീലം ബുക്സ് അതിൻ്റെ തമിഴ് പരിഭാഷ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. എന്താണ് മലയാളികളുടെ അടിമത്താനുഭവം, എന്താണ് താങ്കൾ ആ പുസ്തകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? ഈ സ്ലേവറിയായിട്ട് ബന്ധപ്പെട്ട എൻ്റെ PhD ടോപ്പിക്കായിരുന്നു ഹിസ്റ്ററി ഓഫ് സ്ലേവറി എന്നുള്ളത്. How the British officers and evangelical missionaries globalized the system of slave sale in Kerala is my research question in my PhD period.
കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു പ്രധാന ഡിബേറ്റാണ് ഈ അടിമത്തം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച്, മനുഷ്യനെ വിറ്റിരുന്നു വാങ്ങിയിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചർച്ച പ്രധാനമായിട്ട് നടക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ എല്ലാവിധ ഹിസ്റ്റോറിയന്മാർ ഹിസ്റ്റോഗ്രാഫിക്കൽ സ്കൂൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. മാർക്സിസ്റ്റ് സ്കൂൾ, കേംബ്രിഡ്ജ്, സബാൾട്ടൺ സ്കൂൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം ഒരേപോലെ പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിൽ ഇങ്ങനെ മനുഷ്യർ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നു, പക്ഷേ ഇതൊരിക്കലും ഒരു സ്ലേവറി എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് യൂറോപ്യൻ, ആഫ്രിക്കൻ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയുടെയൊക്കെ കോണ്ടക്സ്റ്റിലെ ഒരു സ്ലേവറി അല്ല. ഇന്ത്യയിൽ ഒരു കാസ്റ്റുമായി ബന്ധപ്പെട്ട് നിന്ന ഒരു പ്രതിഭാസമായിരുന്നു. ഇന്ത്യയിൽ പുറത്തേക്കൊന്നും അങ്ങനെ ആളുകളെ വിറ്റിരുന്നില്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് സോഷ്യൽ സയൻസിൽ വെച്ചിരുന്നത്. എന്നാൽ ഈ സമീപ സമയങ്ങളിലെ പഠനങ്ങൾ, പ്രത്യേകിച്ച് കൊച്ചിയുമൊക്കെ ബന്ധപ്പെട്ട് കൊച്ചിയിൽ ആർക്കൈവ്സിൽ നിന്നൊക്കെ എക്സ്പ്ലോർ ചെയ്തെടുത്ത് വന്ന കുറേ ഡേറ്റകളൊക്കെ വെളിയിൽ വന്നപ്പം ആണ് മനസ്സിലാകുന്നത് കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ സൗത്ത് ആഫ്രിക്കയിലേക്കും മൗറീഷ്യസിലേക്കും ഇംഗ്ലണ്ടിലേക്കുമൊക്കെ വിറ്റിരുന്നതിൻ്റെ പല തെളിവുകൾ കണ്ടെടുക്കുന്നു. അതുപോലെ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ചെന്നിട്ട് സ്വന്തമായി കാടിന് നടുവിൽ പോയി സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയ മലയാളി അടിമകളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും നിരവധി ആയിട്ടുള്ള ആളുകളെ വിൽക്കുന്നതിൻ്റെ ഹിസ്റ്ററി നമ്മൾ ഈ മൗറീഷ്യസിൻ്റെയും സൗത്ത് ആഫ്രിക്കയിലെയൊക്കെ ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഞാനും പഠിക്കാൻ ശ്രമിച്ചത്, എങ്ങനെയാണ് മനുഷ്യനെ വിറ്റിരുന്നത്, ഇന്ത്യക്കകത്തും പുറത്തും വിറ്റതിൻ്റെ ഒരു ഹിസ്റ്ററി എന്നൊക്കെ ഉള്ളായിരുന്നു പരിശോധന. പിന്നെ അതുപോലെ ഈ ലോക്കൽ സ്ലേവ് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കേരളത്തിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ കന്നുകാലികളെ വിൽക്കുന്ന പോലെ തന്നെ മനുഷ്യരെ കൊണ്ട് വിൽക്കുന്ന ഒരു കാഴ്ച പല ആർക്കൈവൽ ഡോക്യുമെൻറ്റുകൾക്കകത്ത് നമുക്ക് കാണാം. ഇത്ര രൂപയ്ക്ക് ഇന്ന മനുഷ്യരെ വിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ച. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു പ്രധാന സംഭവമാണ് ഈ ഡച്ച് അതായത് ഒരു 18th സെഞ്ച്വറിയിലൊക്കെ കേരളത്തിലെ കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, ക്രിസ്ത്യൻ ചർച്ച് ബിൽഡിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 6 ദിവസം അടിമകളെ കെട്ടിയിടുന്ന ഗോഡൗണാണ്. 7ാമത്തെ ദിവസം ഈ അടിമകളെ മുഴുവൻ, സ്ലൈവ്സിനെ മുഴുവൻ വെളിയിലിട്ട് അവിടെ പ്രയർ സർവീസ് നടത്തുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ കൊച്ചിയിലെ തന്നെയുള്ള മറ്റു പല പള്ളികളിലുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പള്ളികളിൽ ഒരു രീതിയുണ്ട്, ഈ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വസ്തുക്കളോ ഈ ഫ്രൂട്ട്സ് സാധനങ്ങളോ അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ നമ്മൾ ആട്, പശു തുടങ്ങിയൊക്കെ പള്ളിക്ക് കൊടുക്കുന്നതിന് ഓപ്ഷൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ കൊച്ചിയിലേക്ക് ചില അല്ലെങ്കിൽ മുളന്തുരുത്തി പോലുള്ള ചർച്ച് ഡോക്യുമെൻറ്റുകൾക്കകത്ത് പറയുന്നതാണ്, ഒരു പറയ സ്ത്രീയെയും ഒരു കാളയെയും ലേലം വിളിക്കാനുണ്ട്, അല്ലെങ്കിൽ 5 പറയ കുട്ടികളെ ലേലം വിളിക്കാനുണ്ട് എന്ന് പരസ്യമായിട്ടുള്ള പള്ളികളിൽ ഓപ്ഷൻ നടത്തുന്ന തെളിവുകളൊക്കെ കാണും. അപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ മനുഷ്യനെ വിറ്റിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു. അപ്പോൾ ഇത് ഹിസ്റ്ററിയിൽ കാര്യമായ രീതിയിൽ അന്വേഷിക്കുന്നില്ല, എങ്ങനെയാണ് മനുഷ്യനെ ഇവരെ മനുഷ്യരായി പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇതിനെ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയന്മാർ വിളിക്കുന്നത്, ഈ സ്ലേവ് ട്രാൻസാക്ഷൻ ഡീഡ് വായിച്ചിട്ട് അവർ പറയുന്നത് ഇതൊരു ലേബർ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ളൊരു നിരീക്ഷണമാണ് അവർ വെക്കുന്നത്, തൊഴിലാളി വിതരണം എന്നുള്ളൊരു രീതിയാണ്. അതേസമയം സനൽ മോഹനെ പോലെയുള്ള ഹിസ്റ്റോറിയന്മാരൊക്കെ വരുമ്പോഴാണ് അങ്ങനെയല്ല, ഇത് സ്ലേവറിയാണിത്, ഇതൊരു ലേബർ ഡിസ്ട്രിബ്യൂഷൻ അല്ല എന്നുള്ളൊരു നിരീക്ഷണമൊക്കെ അദ്ദേഹമൊക്കെയാണ് ശക്തമായ രീതിയിൽ മുൻപോട്ട് വരുന്നത്. അപ്പം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഇത് മലയാളികളായിട്ടുള്ള ആളുകൾ വ്യാപകമായ രീതിയിൽ വിൽക്കപ്പെടുന്നത്. തിരുവിതാംകൂറിൻ്റെ ചരിത്രം പരിശോധിച്ചാലും കൊച്ചിയുടെയും മലബാറിനെയൊക്കെ പരിശോധിച്ചാൽ പലതരത്തിൽ നമ്മൾ പഴയ കോർട്ട് രേഖകളൊക്കെ, ഇപ്പോൾ തലശ്ശേരിയിലേക്ക് ബ്രിട്ടീഷ് കോർട്ട് രേഖകൾ പരിശോധിക്കുമ്പം അസൻ അലി എന്ന് പേരുള്ള ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹം 400 പേരെ മോഷ്ടിച്ചുകൊണ്ട് വന്ന് വിറ്റതിൻ്റെ വിചാരണയൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു ഈശ്വര കമ്പനിയുടെ ഫസ്റ്റ് പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്, കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്, ഇന്നത്തെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. അവിടെയും ഇതേ രീതിക്ക് ഒത്തിരി ആളുകളെ മോഷ്ടിച്ചുകൊണ്ട് വന്ന് പണിയെടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്ലേവറിയുടെ പലതരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഹിസ്റ്ററിയിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററിയിലും ഹിസ്റ്റോറിയോഗ്രാഫിയിലും ഇതൊരു ചർച്ചയാകുന്നില്ല, ഈ മനുഷ്യനെ വിറ്റിരുന്നതിൻ്റെ ഒരു ഹിസ്റ്ററി. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനും എനിക്ക് മുൻപ് ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ ഒരു പിൻബലത്താൽ തന്നെയാണ് എനിക്കും ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ ലോക്കൽ സ്ലേവ് മാർക്കറ്റുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വിദേശ രാജ്യങ്ങളിൽ എത്തപ്പെട്ട അടിമകൾ എങ്ങനെയാണ്, മലയാളികളുടെ അടിമകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയാൻ ശ്രമിച്ചത്. അത് ആദ്യ സമയങ്ങളിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ലേഖനങ്ങളായിട്ട് ചെയ്തത്, അത് പിന്നീട് DC ബുക്സ് പ്രസിദ്ധീകരിക്കുകയായിരുന്നു. வினிலோட ஆய்வு நூல் அது வந்து கேரளாவில் ரொம்ப கவனிக்கப்பட்ட புத்தகம். அது இப்போ நீலம்ல வந்து மொழிபெயர்ப்பு வருது. அதை பற்றி தான் நான் அந்த கேள்வி கேட்டிருந்தேன். அடிமை வியாபாரம் இந்த மாதிரியான பல அதிர்ச்சியான தகவல்கள்லாம் அதில் இருந்தது. ரொம்ப ரொம்ப கவனிக்கப்பட்ட இவர் ஒரு முக்கியமான ஆய்வாளராக கேரளத்தில் அறியப்படுறதுக்கு உதவியாக இருந்த நூல். அதை பற்றின கேள்வியாக இருந்தது என்னோடது. സുകുമാരനോട് എൻ്റെ അടുത്ത ചോദ്യം, ഗോത്ര കവിതയുടെ സ്ഥാനം മലയാള കവിതയുടെ ചരിത്രത്തിൽ എങ്ങനെ അടയാളപ്പെടുത്താം?
മലയാളത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ട അവസ്ഥയാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ. ഗോത്രകവികൾ അവരുടെ ജീവിതം, തനത് ജീവിതം അവർ കവിതയിലൂടെ വരച്ച് എഴുതി കേരള സാഹിത്യ ലോകത്തിലേക്ക് കാലു വച്ചപ്പോൾ അവിടെ മലയാള സാഹിത്യം ഇപ്പോൾ ഇല്ലാത്ത ഒരവസ്ഥയായി. കവിത എഴുതാൻ പോലും അറിയാത്ത ആൾക്കാർ ഉള്ള ഒരു സ്ഥലം പോലെ കേരളം മാറിയിട്ടുള്ള എന്നാണ് ഞാൻ കാണുന്നത്. അപ്പം നല്ല കവിതകൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ നല്ല വാക്കുകളുണ്ട്, നല്ല ഭാഷയുണ്ട്, നല്ലൊരു ജീവിതമുണ്ട്. ഈ ജീവിതം അവരെ കൊണ്ട് എഴുതാൻ സാധിക്കും. നമ്മളൊരു പുതിയൊരു കാലത്തെയാണ് കാണിച്ചു കൊടുത്തത്. അവർ കാണിച്ചു തന്ന കാഴ്ചകളല്ല നമ്മുടെ കാഴ്ചകൾ. നമ്മുടെ കാഴ്ചകൾ നമ്മുടേതാണ്. ആ ജീവിതമാണ് ഇന്ന് കേരള സാഹിത്യത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. ലോക സാഹിത്യം ആയി മാറിയിരിക്കുന്നതും മറ്റ് പല സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങൾ പോലും നമ്മുടെ കവിതകളെ ഏറ്റെടുത്തു എന്ന് അറിയുമ്പോൾ എനിക്കും സന്തോഷമാണ്. മലയാളത്തിന് സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം, അസൂയായിരിക്കും, സാരമില്ല. എന്തായാലും മലയാള സാഹിത്യം മലയാളികൾ തന്നെ നമ്മുടെ സാഹിത്യം ഇപ്പോൾ കൂടുതലായിട്ട് വായിക്കപ്പെടുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഉള്ളത്. അത് നമ്മുടെ തമിഴ്നാടും വായിക്കുന്നുണ്ട്. നമ്മുടെ നീലം മാസിക തന്നെ നമ്മുടെ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, പഴംകുടി കവിതകൾ, കുറച്ച് എഴുത്തുകാരുടെ. അപ്പം അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ദളിത് സാഹിത്യവും ഗോത്ര സാഹിത്യവുമാണ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. என்னோட கேள்வி இதாக இருந்தது. பழங்குடியினர் கவிதைகள் வந்து நேரடி மலையாள மொழி கவிதைகள் வரலாற்றில் வந்து எப்படி நம்ம அடையாளப்படுத்த முடியும் அப்படின்னு சொல்லி அவரோட பதில் என்னவா இருந்ததுன்னா, மலையாள கவிஞர்கள் நவீனமாக யாருமே ஒழுங்காக எழுதலை, யாருமே புதுசாக வரல, அவங்களுக்கு சொல்கிறதுக்கு எதுவுமே இல்லை, நாங்கள் தான் நல்லா எழுதுகிறோம், நாங்கள் புதுசாக அடையாளப்படுத்துகிறோம் அப்படிங்கிறாங்க அப்படின்னு சொல்கிறாரு. ஏன்னா வந்து எப்படி தலித் இலக்கியத்துக்கு வந்து நம்ம சொல்கிறோமோ அதே மாதிரியே பழங்குடியினர் இலக்கியத்துக்கும் அங்கே விமர்சனங்கள் இருக்குது. நீங்கள் எதுக்கு மைய நீரோட்டத்தில் இல்லாமல் தனியாக என்ன அடையாளப்படுத்துறீங்க, உங்களுக்கு சொல்கிறதுக்கு தனியாக என்ன இருக்குது அப்படிங்கிற மாதிரி. இல்லை வெளிப்படையாக சொல்லணும்னா அதை ஒரு படி கீழே பார்க்குற ஒரு கண்ணோட்டமும் இருக்குது. அந்த மாதிரி இதில் தான் அவர் வந்து பெருமையாகவே சொல்கிறாரு, எங்களோட கவிதைகள் தான் இப்போ கவனிக்கப்படுது, வெளிநாடுகள்லையும் கவனிக்கப்படுது, தமிழில் நீளத்தில் என்னோட நிறைய கவிதைகள் மொழிபெயர்த்திருக்கு, நாங்கள் தான் எழுதுகிறோம், எங்ககிட்ட தான் எழுதுறதுக்கு நிறைய விஷயங்கள் இருக்குது அப்படின்னு சொல்கிறாரு. അടുത്ത ചോദ്യം വിനിലിനോടാണ്. ആധുനിക ഇന്ത്യയിൽ അംബേദ്കർ ആശയങ്ങളുടെ പ്രസക്തി എന്താണ്? യുവതലമുറ എത്രത്തോളം അതിനെ ഉൾക്കൊള്ളുന്നുണ്ട്? അത് ഇവിടെ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാമിന് വന്നിരിക്കുന്നത് തന്നെ. കാര്യം നമ്മളൊരു ആസ് എ സോഷ്യൽ ഹിസ്റ്ററി സ്റ്റുഡൻറ്റ് അംബേദ്കറിൻ്റെ ആശയങ്ങളിലൂടെയാണ് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പം നമ്മൾ കേരളത്തിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ നമ്മൾ ജീവിക്കുന്നത് അടിമുടി ജാതിയിലും ഒരു ഹിന്ദുത്വ സിസ്റ്റത്തിനുള്ളിലാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകുന്നത് ഈ അംബേദ്കർ ആശയങ്ങളുടെ പരിഭാഷയും അംബേദ്കർ ആശയങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഒരു 70-80 മുതൽ തന്നെയുള്ള ദളിത് ഇൻ്റലക്ച്വൽസ് ഈ വക കാര്യങ്ങൾ സോഷ്യൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നൊരു സാഹചര്യം മുതൽ തന്നെ. അപ്പോൾ അതിനൊരു തുടർച്ച വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് റീസെൻ്റ് ആയിട്ടുള്ള ദളിത് സ്റ്റഡീസ് പോലുള്ള ഒരു അക്കാദമിക ബ്രാഞ്ച് പ്രത്യേകിച്ച് ചരിത്രത്തിലും സോഷ്യൽ സയൻസിലുമൊക്കെ വളരെ സത്യനാരായണ രാംനാരായൺ റാവുത്തിനെ പോലുള്ള പണ്ഡിതരുടെ ദളിത് സ്റ്റഡീസിൻ്റെ വോളിയങ്ങൾ, പിന്നെ അവർ മുൻപോട്ട് വെക്കുന്നത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സോഷ്യൽ ഇക്വാലിറ്റി എന്നുള്ളൊരു സങ്കല്പങ്ങൾ അല്ലെങ്കിൽ റെക്കഗ്നീഷൻ ഉള്ള കൺസെപ്റ്റ്. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായിട്ടും എല്ലാം അംബേദ്കറിൻ്റെ ഒരു ഐഡിയയിൽ നിന്ന് തന്നെയാണ് ഉയർന്നു വരുന്നത്. അപ്പം ഇതിനെ പിൻപറ്റാതെ അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമ്മൾ കുറേയധികം മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവങ്ങളായി മാറിയവരും അല്ലാതെയുമായിട്ടുള്ള നിരവധി ആളുകളെ നമ്മൾ ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററിയിൽ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്നത്തെ ഒരു ഇന്ത്യയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അവരെ ആരെയും നമ്മൾ എടുക്കുന്നില്ല. ആകെ നമ്മൾ എടുക്കുന്ന അംബേദ്കറിനെ മാത്രമാണ് എടുക്കുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും. അത് കേവലമായി ഇന്ത്യയുടെ ഒരു കോണ്ടക്സ്റ്റിലല്ല, ലോകത്തിൽ എവിടെ ഡിസ്ക്രിമിനേഷൻ നേരിടുന്ന ജനതയുണ്ടോ അവരുടെ എല്ലാം ഡിസ്ക്രിമിനേഷനെ മനസ്സിലാക്കാനും റെസിസ്റ്റ് ചെയ്യുന്നതിനും അംബേദ്കറിൻ്റെ ആശയങ്ങൾ ഒരു സോഷ്യൽ തിയറി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ന് അക്കാദമിക സമൂഹം കാണുന്നത്. അതുകൊണ്ടാണ് വിദേശത്തെ പല സർവകലാശാലകളിലും
ഒരു അക്കാദമിക പഠന വിഷയം എന്ന നിലയ്ക്ക് തന്നെയാണ് അംബേദ്കറിൻ്റെ ആശയങ്ങൾ നിൽക്കുന്നത്. കേരളത്തിനെ കുറിച്ച് കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി, കഴിഞ്ഞ 10-15 വർഷങ്ങളായി വ്യത്യസ്ത രീതിയിലുള്ള ആലോചനകൾ മുൻപോട്ട് വെക്കുന്ന കുറേയധികം ചെറുപ്പക്കാരെയും യുവതിയുവാക്കളെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വേടനെ പോലെയുള്ള സിംഗേഴ്സിനെയൊക്കെ കാണുന്നു. അദ്ദേഹമൊക്കെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുൻപോട്ട് വെക്കുന്ന, കാസ്റ്റിനെ ശക്തമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്ന ആശയങ്ങളൊക്കെ, ഇതൊക്കെ ഒരു അംബേദ്കറിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് തന്നെ ഫോം ചെയ്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇതേ കേരളത്തിൽ തന്നെ, അതാണ് കേരളം എപ്പോഴും കോംപ്ലക്സ് ആയെന്ന് പറഞ്ഞതിൻ്റെ കാരണം. 80കളിൽ കേരളത്തിലെ മലയാളം പാഠപുസ്തകത്തിൻ്റെ 2 പേപ്പറുകളാണ് എപ്പോഴും സ്കൂൾ ടെക്സ്റ്റുകൾ വരുന്നത്. ഒന്ന് മെയിൻ മലയാളത്തിൽ വരുന്നു, പിന്നെ ഒരു സെക്കൻഡ് പേപ്പർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും നോവലോ ജീവചരിത്രമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എപ്പോഴും പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ 80കളിൽ മലയാളത്തിൻ്റെ സെക്കൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ അംബേദ്കറിൻ്റെ ബയോഗ്രഫി ആയിരുന്നു. അതാണ് കേരളത്തിൻ്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററിയുടെ ഒരു കിടപ്പ് അങ്ങനെയാണ്. അപ്പം എന്നാൽ അന്ന് ആ സമയത്ത് അംബേദ്കറിൻ്റെ ട്രാൻസ്ലേഷനുകൾ കാര്യമായ രീതിയിൽ വന്നിട്ടുമില്ല. സർക്കാർ പ്രോജക്റ്റായിട്ട് അംബേദ്കറിൻ്റെ ട്രാൻസ്ലേഷൻ, അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് റൈറ്റിങ്സിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ അംബേദ്കർ എന്ന് പറഞ്ഞ ബയോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് ആവുകയും ചെയ്തു കേരളത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും നമ്മുടെ സൊസൈറ്റി കാണുന്നുമില്ല. അതാണ് ഇതിൻ്റെ മലയാളികളുടെ ഒരു പ്രശ്നം. അതാണ്, അല്ലെങ്കിൽ മലയാളികളെ എങ്ങനെ പിടിക്കും എന്നുള്ളതാണ് ഒരു കുഴപ്പം. നിങ്ങൾ ഒരേ സമയം കാശിനെ കുറിച്ച് അംബേദ്കറിനെ പാഠപുസ്തകമാക്കി പഠിച്ച ഒരു 4 വർഷമോ 5 വർഷം വേണ്ട അംബേദ്കർ പാഠപുസ്തകമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട്ടം ആളുകളാണ് കേരളത്തിൽ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറി. ഇപ്പം ഡയറക്റ്റായിട്ട് അംബേദ്കറിൻ്റെ വർക്കുകൾ, അതിനോടുള്ള ആലോചനകളും പലതരത്തിലുള്ള എഴുത്തുകളും എല്ലാം സജീവമായി വരികയും ഇപ്പം റൂട്ട്സ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനാണത്. നീലവുമായി ഒരു കണക്ഷൻ അതിന് ഉണ്ട്. അവരൊക്കെ അംബേദ്കറിനെ പ്രധാനമായി മുൻപോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ എല്ലാവിധ പ്രോജക്റ്റുകളും ചിഹ്നങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന അംബേദ്കറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പം അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലും വളരെ ആക്റ്റീവാകുന്ന അംബേദ്കർഷികളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. என்னோட கேள்வி இதாக இருந்தது. நவீன இந்தியாவில் அம்பேத்கருடைய கருத்தாக்கங்களோட முக்கியத்துவம் பற்றி கேட்டிருந்தேன். நவீன தலைமுறை அதை வந்து எப்படி எதிர்கொள்கிறாங்க அப்படின்னு சொல்லி. அதான் அவர் சொன்னார், இந்த அம்பேத்கரோட மொழிபெயர்ப்புகள் வந்ததுக்கு பிறகு வந்து அதோட இம்பேக்ட் வந்து கேரளாவில் அதிகமாக இருக்குது அப்படின்னு சொல்கிறாரு. ரேணுமா சார்னோடனா 1992 1992 അംബേദ്കർ നൂറ്റാണ്ട് വന്നല്ലോ. അതിനുശേഷം, അതായത് ഈ കാലഘട്ടത്തെ മലയാള ദലിത് സാഹിത്യവും അതിനുശേഷമുള്ള മലയാള ദലിത് സാഹിത്യവും എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇപ്പം നമ്മൾ സംസാരിച്ച ആ സബ്ജക്റ്റിൻ്റെ കണ്ടിന്യൂ. അത് കേരളാവിൽ മലയാളം ടെക്സ്റ്റ് ബുക്ക് 2 புக்கு தான் இருக்குது. ஒரு 10th ஸ்டாண்டர்டில் மட்டும் ஒரு புக்கில் வந்து நாவலு അല്ലെങ്കിൽ ഒരു ബയോഗ്രഫി പഠിപ്പேன். இந்த 80s வந்து செகண்ட் டெக்ஸ்ட் புக்கு மட்டும் அம்பேத்கரோட பயோகிராஃபி தான். ஆனால் அதுக்கு யாதொரு இம்பாக்டுமே கிடையாது. அதுதான் கேரளாவில் பீப்புளோட ഈ ടെക്സ്റ്റ് ബുക്ക് 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരാളാണ് ഞാൻ. അംബേദ്കറുടെ ഉപപാഠ പുസ്തകമായിട്ട് അംബേദ്കറുടെ ജീവചരിത്രം പഠിച്ച ഒരാളാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട്, വിനിൽ പറയുന്നത് ശരിയാണ്, ആ പുസ്തകം പഠിച്ച ഒരു തലമുറ അത് പഠിച്ചതുകൊണ്ട് മാത്രം വലിയ കേരളത്തിൻ്റെ ഒരു സാമൂഹിക ചിന്തയിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് അംബേദ്കർ എന്നൊരാളെ കുറിച്ച് അറിയുന്നത് ഈ 14ാമത്തെ വയസ്സിൽ ഉപപാഠ പുസ്തകം പഠിച്ചിട്ട് തന്നെയാണ്. കാരണം അന്ന് മുതൽ നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമൂഹിക ചിന്ത മുമ്പോട്ട് വെച്ച ഒരാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ജീവിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അതിനുശേഷം 2000 കൂടിയാണ്, 90കളുടെ അവസാനം അല്ലെങ്കിൽ 2000 കൂടിയാണ് ഈ വസന്തമൂൺ എഡിറ്റ് ചെയ്ത അംബേദ്കറുടെ റൈറ്റിങ്സ് മലയാളത്തിലേക്ക് വരുന്നത്. ആ സമയത്തെന്ന് പറയുന്നത് ഈ 70കളിലും 80കളിലുമൊക്കെ സ്വതന്ത്ര വിദ്യാഭ്യാസം നേടി ഒരു സ്വതന്ത്ര ചിന്തയിലേക്ക് വന്ന അംബേദ്കറൈറ്റുകളായിട്ടുള്ള യുവാക്കന്മാരാണ് യഥാർത്ഥത്തിൽ ഈ അംബേദ്കർ ചിന്തയെ കേരളത്തിൽ വളരെ സമഗ്രമായിട്ട്, കേരളത്തിൻ്റെ ജാതി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മുഖ്യധാര ചിന്തയെ
വിമർശിക്കത്തക്ക വിധത്തിൽ മുമ്പോട്ട് വരുന്നത്. അതിപ്പം കേരള സ്റ്റൈബൻഡറി സ്റ്റുഡൻസ് അസോസിയേഷൻ ഉണ്ട്, അതുപോലെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള വിദ്യാർത്ഥികളുടെയും സാമൂഹ്യ രാഷ്ട്രീയ, ഞാൻ സാമുദായിക സംഘടനകളെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ചില മൂവ്മെൻറ്റ്സുകളെ കുറിച്ചാണ്. സോഷ്യൽ മൂവ്മെൻറ്റ്സുകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികൾ, ദലിത് വിദ്യാർത്ഥികൾ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഈ ഒരു മാർക്സിയൻ ചിന്തയിൽ നിന്നും ഗാന്ധി ബേസ്ഡ് ആയിട്ടുള്ള ഒരു അഹിംസ എന്ന് നമ്മൾ പറയുന്ന അത്തരത്തിലുള്ള ഒരു ചിന്തയിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചിട്ട് മറ്റൊരു സ്വതന്ത്ര ചിന്ത മുമ്പോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വതന്ത്ര ചിന്തയുടെ ഒരു ഉപോൽപ്പന്നമായിട്ട് അല്ലെങ്കിൽ ഒരു ബൈ പ്രോഡക്റ്റാണ് യഥാർത്ഥത്തിൽ 90-കൾക്ക് ശേഷം മലയാളത്തിൽ സജീവമായിട്ടുള്ള ദലിത് സാഹിത്യം. അതിനു മുമ്പ് യഥാർത്ഥത്തിൽ ദലിത്സും നോൺ ദലിത്സും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഒരു സബ്ജക്റ്റിവിറ്റി, സബ്ജക്റ്റ് തന്നെ സബ്ജക്റ്റിനെ കുറിച്ച് എഴുതുന്ന വിധത്തിലുള്ള ഒരു കാര്യം മലയാളത്തിലെ ദലിത് സാഹിത്യത്തിൽ സംഭവിച്ചിരുന്നില്ല. ഇപ്പോൾ TKC വടുതലെ പോലെ മോഡേണിറ്റിയുടെ കാലത്ത് തന്നെ ഗംഭീരമായ കഥകൾ എഴുതിയിട്ടുള്ളവരുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് അവർക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം ഒരു പ്രത്യയശാസ്ത്ര എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അവബോധം രൂപപ്പെടുന്നത് അംബേദ്കറേറ്റ് ചിന്തയ്ക്ക് ശേഷമാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഒരു പോസ്റ്റ് മോഡേൺ പ്രോഡക്റ്റ് എന്ന നിലയ്ക്കാണ് ദലിത് ലിറ്ററേച്ചർ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ 90-കൾക്ക് ശേഷമുള്ള എഴുത്തുകളെയും 90-കൾക്ക് മുമ്പുള്ള എഴുത്തുകളെയും വ്യത്യസ്തമായിട്ട് കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും 90-കൾക്ക് മുമ്പുള്ള എഴുത്തുകൾക്ക് അതിൻ്റേതായ പ്രസക്തിയുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു ഭാവം അവിടെ ഇല്ലാതിരുന്നത് ചിലത് 90-ക്ക് ശേഷമുള്ള എഴുത്തിൽ സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക, സത്താപരമായിട്ടുള്ള ഒണ്ടോളജിക്കലായിട്ടുള്ള ഒരു ബന്ധം 90-കൾക്ക് മുമ്പുള്ള റൈറ്റിങ്സും അതിന് ശേഷമുള്ളതുമായിട്ടുണ്ട്. എങ്കിലും വളരെ സവിശേഷമായിട്ടുള്ള ഒരു അംബേദ്കറേറ്റ് ചിന്തയുടെ ഭാഗമായിട്ടുള്ള ഒരു സോഷ്യോ പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ്, ഒരു സാമൂഹ്യ രാഷ്ട്രീയ അവബോധം കൂടി ചേരുമ്പോഴാണ് അതിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എസ്തെറ്റിക്സും വ്യത്യസ്തമായിട്ടുള്ള ഒരു സെൻസിബിലിറ്റിയൊക്കെ ഈ പുതിയ ദലിത് എഴുത്തുകൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് നിലവിലുള്ള മലയാള സാഹിത്യത്തെ കൂടി അതിനെ സ്വാധീനിക്കാനും അതിനെ പരിഷ്കരിക്കാനും അതിനെ കുറച്ചുകൂടെ ഡെമോക്രാറ്റൈസ് ചെയ്യാനും അതിനെ കുറച്ചുകൂടെ സാമൂഹ്യ നീതി ഇത്തരം എഴുത്തുകളിലൊക്കെ ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഈ പുതിയ രൂപത്തിലുള്ള ദലിത് എഴുത്തുകൾക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും അതിൻ്റെ ഒരു കുറച്ചുകൂടി മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ ഉള്ളത്. താങ്ക് യു. என்னோட கேள்வி இதாக இருந்தது. 1992 அம்பேத்கர் நூற்றாண்டுக்கு பிறகு அந்த காலகட்டத்துக்கு பிறகான தலித் இலக்கியம், அதற்கு முந்தின தலித் இலக்கியம், மலையாள மொழி சம்பந்தமான கேள்வியாக இருந்தது எனக்கு. ஏன்னா அவர் சொன்ன மாதிரி தான், அது வந்து கேரளாவில் வந்து இடதுசாரி அரசியல் இருக்குது அப்படிங்கிறதுனால நான் அந்த 2-3 தடவை ரிப்பீட் பண்ணிட்டேன். இந்த தலித் மக்களுடைய பிரச்சனைகளை இல்லை அதோட தீவிரத்தை அவர் சொன்னார் இல்லையா, சமூக படிநிலைகளில் நடக்கிற பிரச்சனை, இது எல்லாமே ஒரு அரசியல் புரிதலோட ஒரு தீவிரமான தன்மையில வந்து கொடுக்கறதுக்கு அந்த அம்பேத்கர் நூற்றாண்டுக்கு பிறகுதான் முடிஞ்சுது அப்படிங்கிறத அவர் சொல்றார். എൻ്റെ ചോദ്യം ഇപ്പോൾ സുകുമാരനോടാണ്. മറ്റു കവിതകളെ അപേക്ഷിച്ച് ഗോത്ര കവിതയ്ക്ക് തനതായ ഒരു ഓർഗാനിക് ശൈലി ഉണ്ടല്ലോ, ശൈലി ഘടന ഉണ്ടല്ലോ. ഇത് കവിതയിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ആ ഒരു ഗോത്ര സാഹിത്യത്തിൽ? ഇപ്പോൾ ഗോത്ര സാഹിത്യം കവിതാ രൂപത്തിലാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, നല്ല പണിയാണ്. ഇപ്പോൾ വയനാട് ജില്ലയിൽ കാടിൻ്റെ അകത്ത് താമസിക്കുന്ന ആദിവാസികളെല്ലാം പുറത്തേക്ക് സ്ഥലം കൊടുത്തിട്ട് പറഞ്ഞു വിടുന്നു. അപ്പം ഇത് കവിതയാക്കണം. പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഇപ്പോഴും വിട്ടുകൊണ്ടിരിക്കുന്നു. നല്ല സ്ഥലവും വായുവും ഒക്കെ നഷ്ടപ്പെട്ട് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇത് കവിതയാക്കണം. എങ്ങനെ കവിതയാക്കും? അപ്പം ഞാൻ വിചാരിച്ചു, ആ ഒരു കുടുംബത്തിൽ ഒരു മുത്തശ്ശിയെ നിർമ്മിച്ചു ആ കവിതയിൽ. ആ മുത്തശ്ശിയെ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ആ മുത്തശ്ശി ഈ പുതിയ ഒരു ലോകത്ത് ഗ്രാമത്തിൽ വന്ന് താമസിച്ച് അവരുടെ പഴയ ആ ജീവിതത്തെ ആലോചിക്കുകയാണ്. ആ ആലോചന ചെന്നെത്തുന്നത് മരങ്ങൾ പ്രസവിക്കുന്ന
പ്രസവിച്ച് കഴിഞ്ഞ ആ സമയത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ അമ്മ പറയുകയാണ്, ആ മരം പ്രസവിച്ചു, ആ മരത്തിൻ്റെ പ്രസവം എടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ, ആ മരത്തിൻ്റെ ചോര തുടയ്ക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ, അവരുടെ വീട് മെഴുകാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ എന്ന രൂപത്തിലേക്കാണ് പുതിയ ഈ ട്രൈബൽ കവിതകൾ ഇങ്ങോട്ട് വന്നു ചേരുന്നത്. അപ്പം ഇത്തരത്തിലെ കവിത എഴുതുന്നത്, പിന്നെ കവിതകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ പണ്ടൊക്കെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിടെ കേരളത്തിലെ മലയാള പാഠപുസ്തകത്തിൽ പിന്നെ നമ്മുടെ എഴുത്തുകാരുടെ കവിത വന്നിട്ടുണ്ട്. ആദിവാസി എഴുത്തുകാരുടെ കവിത എൻ്റെയും വന്നിട്ടുണ്ട്. അത് എൻ്റെ ഇറങ്ങി 10ാം ക്ലാസ്സിൽ, 6ാം ക്ലാസ്സിലും ഇറങ്ങി. ഇത് പിന്നെ ഒരു സുഹൃത്തിൻ്റെ 7ാം ക്ലാസ്സിലും ഇറങ്ങി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി അംബേദ്കർ വന്ന പോലെ ഞങ്ങളും ഇത്തരത്തിലുള്ള കവിത എഴുതിയിട്ട് പുസ്തകത്തിൽ കയറിയ ഒരു രീതി ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയെടുത്തു എന്നത് എൻ്റെ കഴിവല്ല, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെ കഴിവായിരിക്കും. ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചോളൂ. ഈ കേരളത്തിലെ ഈ കവിതകളുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ ദളിത് കവിതകളുടെ പ്രേമചേട്ടനൊക്കെ അത് പഠിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി, കേരളത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു രീതി വരുമ്പം ദളിത് ലിറ്ററേച്ചർ എന്നുള്ളൊരു രീതിയിൽ കുറേയധികം കവികളും കാര്യങ്ങളും, എസ് ജോസഫ്, രേണുചേട്ടനൊക്കെ വരുന്നു. സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറാണ്. ഇത്തരത്തിലുള്ള ലിറ്ററേച്ചറുകൾ വളരെ ശക്തമായ രീതിയിൽ നിൽക്കുമ്പോഴാണ് ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റുകളിൽ നിന്നും പുതിയ ചില ക്രിട്ടിക്കലായിട്ടുള്ള വിമർശനങ്ങളുമായ ചില ചോദ്യങ്ങളുമായിട്ടാണ് സുകുമാരനെ പോലുള്ള ആളുകൾ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവർ അന്ന് വരെ കേരളത്തിനെ സംബന്ധിച്ച ആളുകൾ സങ്കല്പിച്ചുകൊണ്ടിരുന്നത് ദളിത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് വളരെ പ്രധാനപ്പെട്ടതെന്നും അല്ലെങ്കിൽ ഏറ്റവും മോശം അവസ്ഥയിലെന്നുള്ള സാഹചര്യമൊക്കെ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് പരിപൂർണമായി വ്യത്യാസപ്പെട്ടു ഇങ്ങനെയുമുള്ള മലയാളത്തിലുള്ള എഴുത്തുകളുണ്ട്, അതിനേക്കാൾ വേറൊരു രൂപത്തിൽ നിൽക്കുന്ന എഴുത്തുകളുണ്ട് എന്ന് പറഞ്ഞാണ് സുകുമാരനെ ശിവലിംഗൻ എന്ന് പറഞ്ഞ ആൾ വരുന്നു. അങ്ങനെ നിരവധി യുവാക്കളായിട്ടുള്ള ആളുകളാണ് കൂടുതലും വരുന്നത്. വളരെ ചെറിയ എണ്ണം മാത്രമാണ് സ്ത്രീകളായിട്ടുള്ള കവികളുടെ എണ്ണം ഈ ആദിവാസി മേഖലയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അവരെ നേരിട്ടൊരു പ്രധാന പ്രതിസന്ധി, നിങ്ങൾ ഇങ്ങനെ മലയാളത്തിലൊക്കെ കാര്യങ്ങളൊക്കെ പറയുകയും എഴുതുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നവരാണ്, മലയാളികളാണ്, പക്ഷേ ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷയും ഞങ്ങളുടെ എല്ലാവിധ ചിന്തകളും ഉള്ളത് മറ്റ് ചില ഭാഷകളിലാണ്. അപ്പോൾ അതെങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുമെന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പ്രധാന പ്രതിസന്ധി. പക്ഷേ ആ ഒരു വരികൾ ഇവർ മലയാളത്തിൽ തന്നെ എഴുതി. അങ്ങനെ കേരളത്തിലെ എല്ലാവിധ മുഖ്യധാര മാസികകളിലും ആദിവാസി സംസാര ഭാഷയിലുള്ള കവിതകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് കേരളത്തിലെ പറയാ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളുടെ വേറൊരു തരം ഭാഷ അവർ 19th സെഞ്ച്വറിയിലും 20th സെഞ്ച്വറിയുടെ തുടക്കത്തിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഷയിലും കവിതകൾ എഴുതുന്നതാണ്. ഇപ്പോൾ മൃദുലാദേവി ശശിധരൻ എന്ന് പറഞ്ഞൊരു കവിയത്രയുണ്ട്. അപ്പോൾ അവരുടെ ഈ പറയ ഭാഷയിലുള്ള പാട്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺസ് എന്ന് പറഞ്ഞ സിനിമയുടെ ടൈറ്റിൽ സോങ് ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിനെ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിന് ഏറ്റവും ഒടുവിലാണ് ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ഫോം ചെയ്തെങ്കിലും പക്ഷേ ഇത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളും ദളിത് ലിറ്ററേച്ചറിനുള്ളിൽ ഇത്രത്തോളം വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു നറേഷൻ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യാസപ്പെട്ടാണ് കേരളം ഇരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത ഉണ്ടെന്നും കൂടെ സൂചിപ്പിക്കും. സമയം കുറവേ ഉള്ളൂ, പക്ഷേ ട്രാൻസ്ലേഷനെക്കാട്ടിലും എനിക്ക് ഈ ചോദ്യങ്ങൾ നിങ്ങൾ മറുപടി തരണമെന്നുണ്ട്, അതുകൊണ്ട് ചുരുക്കി പറയാം. ഇപ്പോൾ വിനിലിൻ്റെ അടുത്താ ചോദ്യം, ഷോർട്ടായിട്ട് ആൻസർ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കേരളത്തിലെ ദലിത് ശബ്ദങ്ങൾ പൊതുവേ ആർട്ട് ആൻഡ് പൊളിറ്റിക്സ് സിനിമയും ചേർത്താണ് ഞാൻ പറയുന്നത്, വേണ്ടത്ര ശക്തമല്ല, സമരസപ്പെടുന്നുണ്ടെന്നൊരു പൊതു അഭിപ്രായം തമിഴ്നാട്ടിലുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? കേരളത്തിലെ വളരെ ശക്തമായി നിൽക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാർക്സിസ്റ്റ് സങ്കല്പങ്ങൾ തന്നെയാണ്. മാർക്സിസ്റ്റ് തിയറിയും അതുപോലെ തന്നെ മാർക്സിയൻ എസ്തെറ്റിക്സുമാണ് വളരെ ശക്തമായിട്ട്. അത് വളരെ കൃത്യമായി ഒരു നായർ കാസ്റ്റിൻ്റെ ഡോമിനേഷൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിക്കുള്ളിൽ കേരളത്തിൽ തന്നെയാണ് 5 ടൈപ്പ് ക്രിസ്ത്യൻസ് ഉണ്ട്. ദളിത് ക്രിസ്ത്യൻസ് ഉണ്ട്, ലത്തീൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആളുകൾ, SIUs, അങ്ങനെ പലതരത്തിലുള്ള 5 ടൈപ്പ് ക്രിസ്ത്യൻസ് തന്നെ സർക്കാർ തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഔദ്യോഗികമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന 5 തരം ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിലും സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ ഒരു ഡോമിനേഷനാണ് നിൽക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ ഹിന്ദു എന്നുള്ളൊരു കാര്യം പരിശോധിച്ചാൽ അവിടെ നായർ കാസ്റ്റ്, ബാക്കി OBC ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ട ആരെയും തന്നെ പരിഗണിക്കുന്നില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളെ മാത്രമാണ് കേരളം എപ്പോഴും മലയാളി എന്ന നിലയിൽ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. സിനിമകളുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാലും ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാലും
അതെല്ലാം മലയാളി എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ടതെല്ലാം എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ പേരിലും അദ്ദേഹം എഴുതിയത് മൊത്തം നായന്മാരെ കുറിച്ചാണ്. അതൊരിക്കലും നായർ സാഹിത്യമല്ല. അതേസമയം പോൾ ചെറുക്കരോടോ അല്ലെങ്കിൽ TKC വടുതലയോ അല്ലെങ്കിൽ രേണുചേട്ടനൊക്കെ എഴുതുമ്പോഴത്തേനും അത് ദളിത് സാഹിത്യം എന്നുള്ളൊരു ലെവലിലേക്ക് മാറുകയാണ്. അതല്ലെങ്കിൽ ദളിത് എന്നുള്ളൊരു ടേം വളരെ കൃത്യമായ ഒരു ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസിൻ്റെ ആംഗിളിൽ നിന്നുകൊണ്ടാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ പൊതുസമൂഹം അങ്ങനെ അംഗീകരിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. അപ്പം കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന എപ്പോഴും ഇത്തരത്തിലുള്ളൊരു മാർക്സിസ്റ്റ് ട്രഡീഷൻ വളരെ ശക്തമായി നിൽക്കുന്നൊരു പ്രദേശമാണ്. അപ്പോൾ അതിലൊരു കൂട്ടം ആളുകൾ എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി നമ്മൾ സമരസപ്പെട്ട് ഒരേപോലെ പോകേണ്ടതാണ് എന്നൊരാലോചനയാണ് മുൻപോട്ട് വെക്കുന്നത്. ഇപ്പം സമീപ സമയത്ത് അംബേദ്കർ ആശയങ്ങളും മാർക്സിസ്റ്റ് ആശയങ്ങളും ഒരുപോലെ കൂടെ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചില പോളിസികളെയും അവരുടെ ചില ഭരണത്തെയും എതിർക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം അംബേദ്കറും കൂടെ ഒരുമിക്കണം എന്ന ഒരാശയമാണ് മുൻപോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് കുറേ നാൾ മുമ്പ് മുൻപോട്ട് വെച്ച ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. എന്നാൽ അത് കുറേ കുഴപ്പം പിടിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ സമീപ സമയങ്ങളിൽ ചില ശ്രദ്ധേയരായിട്ടുള്ള ദളിത് കവികൾ അവർ ചില വിമർശനങ്ങൾ മുൻപോട്ട് വെക്കുകയാണ്. ഈ വേടൻ എന്ന് പറഞ്ഞൊരു സിംഗറുണ്ട്, അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ ചില വിമർശനങ്ങൾ മുൻപോട്ട് വെക്കുമ്പോൾ മലയാളത്തിലെ ഒരു വിഭാഗം ദളിത് ലിറ്ററേച്ചറിൻ്റെ ആളുകൾ പറയുന്നത് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ രഞ്ജിത്ത് സാറിൻ്റെയൊക്കെ പടങ്ങളും അല്ലെങ്കിൽ വേടൻ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ലിറ്ററേച്ചറൊക്കെ അവർ ഡയറക്റ്റ് വിമർശനങ്ങൾ മുൻപോട്ട് വെക്കണം. അങ്ങനെ നിങ്ങൾ അറുത്ത് മുറിച്ച പോലെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്രമണം സവർണ വിഭാഗത്തെ അപ്പർ കാസ്റ്റിനെ ചെയ്യാൻ പാടില്ല എന്ന ഒരു തെറ്റായിട്ടുള്ളൊരു വ്യാഖ്യാനം കേരളത്തിൻ്റെ ഒരു കൂട്ടം ആളുകളൊക്കെ പറയുന്നുണ്ട്. അപ്പം അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ബേസ് കിടക്കുന്ന എപ്പോഴും മാർക്സിസ്റ്റ് രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ ഈ ഒരു വിമോചനം ലിബറേഷൻ എന്നുള്ളത് മാർക്സിസ്റ്റ് രീതിയിലൂടെയാണ് സാധ്യം എന്നുള്ളൊരു ചിന്തയാണ് ആളുകൾക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കുകയും വളരെ കൃത്യമായി കാശിനെ ആക്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി വരുന്നത്. എന്നാലിപ്പം വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. വളരെ ശക്തമായ രീതിയിൽ ഡയറക്റ്റ് ഈ വക കാര്യങ്ങളെ ആക്രമിക്കുന്ന ഒരു വ്യക്തി. என்னோட அடுத்த கேள்வியை நான் தமிழில் சொல்லிடலான்னு நினைக்கிறேன். மலையாள இலக்கியத்திலே இந்த கேள்வி இன்னும் யாரும் வைக்கல, ஆனால் எனக்கு அந்த விமர்சனம் உண்டு, அதனால இந்த மேடையை பயன்படுத்திக்கலான்னு நினைக்கிறேன். சமீபத்தில் மலையாள இலக்கியத்தில் கவனிக்கப்பட்ட பல நாவல்கள், கவனிக்கப்படுற பல எழுத்தாளர்கள் எல்லாருமே எழுதுறது தலித் வாழ்க்கையை பற்றி. ஆனால் அவங்க யாருமே தலித் எழுத்தாளர்கள், தலித் சமூகத்தை சேர்ந்தவங்க கிடையாது. உயர்ஜாதி இந்துக்கள் அப்படின்னு அறியப்படுற எழுத்தாளர்கள் இது 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 கொய்த்துன்னு வரையும் இதில் அறுவடை பண்ண முடியும் அப்படிங்கிற மாதிரி. இது ஒரு சென்சிட்டிவான கொஸ்டின் தான், பட் எனக்கு கேட்டு தான் ஆகணும், இந்த மேடை பயன்படுத்தலாம்னு நினைக்கிறேன். സോ വിനിലിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി മനസ്സിലായി കേരളത്തിലെ സമീപ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ലിറ്ററേച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഇതൊരു വേറൊരു രീതിയിലുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ അരുന്ധതി റോയ് എഴുതുമ്പോൾ, മലയാളിയാണ്, എഴുതുമ്പോൾ ഒരു പ്രധാന ചോദ്യം ഉയർന്നു വരികയാണ്. പ്രധാനമായിട്ട് രണ്ട് ചോദ്യം വന്നു. ഒന്ന്, അംബേദ്കറിൻ്റെ ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. രണ്ട്, അംബേദ്കറിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതുന്നത് ഈ ഒരു അപ്പർ കാസ്റ്റ് ലേഡി, അതായത് കേരളത്തിലെ ക്രിസ്ത്യൻസ് ക്ലെയിം ചെയ്യുന്ന ഒരു വിഭാഗം ക്രിസ്ത്യൻസ് ക്ലെയിം ചെയ്യുന്ന അവർ ദേ വെയർ കൺവേർട്ടഡ് ഫ്രം ബ്രാഹ്മിൻസ്, 6 ഫാമിലീസ് കൺവേർട്ട് ചെയ്തിട്ടാണ് കേരളത്തിലെ ക്രിസ്ത്യൻസ് ഉണ്ടായതെന്ന് ഒരു മിത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഫോളോവറാണ്. അതിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിലും അതിൽപ്പെട്ട ഒരാളാണ് അരുന്ധതി റോയ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അപ്പർ കാസ്റ്റിനെ കൊണ്ട് എഴുതിക്കണോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ലോജിക്ക് തന്നെയാണ് പിന്നെ നമ്മൾ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കേരളത്തിൽ വളരെ പോപ്പുലറായ രീതിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വർക്കുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, സിനിമകളുടെയൊക്കെ ആണെങ്കിലും അവരൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ ആയി മാറി, അവരുടെ എല്ലാം വർക്കുകൾ പരിശോധിച്ചാൽ അവരെല്ലാം എഴുതുന്നത് ദളിത് ലൈഫിനെ കുറിച്ചാണ്. ദളിത് ലൈഫേഡാണ് അവരുടെ ഒരു പ്രധാന തീമായിട്ട് വരുന്നത്. എന്നാൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട യാതൊരു എക്സ്പീരിയൻസുകളും കാര്യങ്ങളില്ല. അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഒരു ആക്ടിവിസ്റ്റ് ലൈനിൽ നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ സമരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ, നിരവധി ലാൻഡ് സ്ട്രഗിളുകൾ നടക്കുന്ന ഒരു പ്രദേശമാണ് കേരളം, നിരവധി കോളനികളുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകളൊന്നും ഇല്ലാത്ത ആളുകൾ ഒരു കച്ചവട ലക്ഷ്യത്തിന് വേണ്ടി പണം പ്രധാനമായിട്ടും കിട്ടുന്ന ഒരു പ്രധാന വരുമാന മാർഗമാണ് കേരളത്തിൽ. ഈ റോയൽറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ കൃത്യമായി കിട്ടും. അതുകൊണ്ട് മാത്രം ജോലി രാജിവെച്ച് എഴുത്തുമായി ജീവിക്കുന്ന കുറേ മനുഷ്യരും കേരളത്തിലുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ വിറ്റഴിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കച്ചവട ചരക്കായി ദളിത് ലൈഫിനെ മാറ്റി എന്നുള്ളൊരു വിമർശനമാണ് അവർ മുൻപോട്ട് വെക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു പരിപൂർണ്ണ അങ്ങനെ രീതിയിൽ പറയാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് സമീപ സമയത്ത് ഒരു കവർ ചിത്രം ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക് മാറി. അംബേദ്കർ
വെള്ളമുണ്ടും വെള്ള ഉടുപ്പും നേരിയതൊക്കെ ഇട്ട് ഒരു നായർ സിമ്പിളിൽ നിൽക്കുന്ന ഒരു പുസ്തകം കവർ ചിത്രമാക്കി പ്രസിദ്ധീകരിക്കേണ്ട ഒരു കഥാപുസ്തകം. അപ്പോൾ അത് ഭയങ്കര വിവാദമായി. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഒരു കൂട്ടം ആളുകൾക്ക് അവരുടെ എഴുത്തുകൾ വിറ്റഴിക്കപ്പെടുന്നതിനുള്ളൊരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തർക്കം ചർച്ച എന്ന നിലയ്ക്കൊക്കെ മാറ്റുന്നതിനും അംബേദ്കറും ദളിതരും ഒക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്നൊരു വേറൊരു സൈഡിലുണ്ട്, ഒരു വായനയുണ്ട്. പല ആളുകളും ഇപ്പം കെ ബാബുരാജനെ പോലെയൊക്കെയുള്ള സാമൂഹ്യ നിരീക്ഷകരൊക്കെ ഇത് നിരീക്ഷിച്ചിട്ടുള്ളതാണ്. ഇപ്പുറത്തെ സൈഡിൽ അങ്ങനെയല്ല, ഒരു ജനാധിപത്യ രാജ്യമാണ്, ആർക്കും ദളിതരെക്കുറിച്ച് സംസാരിക്കാം എന്ന ഒരു വാദവും നമുക്ക് ഇതോടൊപ്പം തന്നെ പറയാവുന്നതാണ്. മറുപടി പറഞ്ഞതിന് നന്ദി. രേണുമ സാർ, നിങ്ങൾ വന്നിട്ട് ബാലസാഹിത്യം എഴുതുന്നുണ്ടല്ലോ, അതിൽ യുവതലമുറ അല്ലെങ്കിൽ യുവതലമുറ എന്ന് പറയാൻ പറ്റില്ല, വരുന്ന തലമുറയ്ക്ക് അതിൽ ഈ ദലിത് പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ ആദ്യം കവിതകളാണ് എഴുതിയത്. അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞാണ് ഈ ബാലസാഹിത്യം, അതായത് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു മേഖലയിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു പ്രായം കഴിഞ്ഞ് കുട്ടികൾ, ഇപ്പോൾ ഞാൻ കുട്ടിക്കാലത്തൊക്കെ വായിച്ചിരുന്നത് എൻ്റെ ജീവിത പരിസരമോ എൻ്റെ അപ്പനപ്പൂമ്മമാരുടെ ജീവിതമോ അങ്ങനെയുള്ള ഒന്നുമല്ല. ബാലസാഹിത്യത്തിൽ എനിക്ക് അന്ന് കിട്ടുമായിരുന്നിട്ടുള്ള പുസ്തകങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഈ പറഞ്ഞതുപോലെ വേറൊരു തരത്തിലുള്ള ഐതിഹ്യങ്ങളും വേറൊരു തരത്തിലുള്ള കഥകളും ഒക്കെ മാത്രമായിരുന്നു. അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു ദലിതരുടെ ഒരു സാമൂഹിക സാംസ്കാരിക ജീവിതം എന്ന് പറയുന്നത് ആ ഒരു സാഹിത്യ മേഖലയിൽ തീരെ ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഒരു ദലിത് സാമൂഹ്യ രാഷ്ട്രീയ അവബോധം രൂപപ്പെടണമെങ്കിൽ പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ 9ാം ക്ലാസ്സിലെ അംബേദ്കറുടെ ജീവചരിത്രം പഠിച്ചിട്ടും അത് പഠിച്ച ആർക്കും അങ്ങനെയുള്ള ഒരു ജനാധിപത്യ സാമൂഹ്യ ചിന്ത ഉണ്ടായില്ല. ഇതാണ് യഥാർത്ഥം. നമ്മൾ ഈ ചെറുപ്പത്തിലെ തന്നെ, കുട്ടിക്കാലത്തെ തന്നെ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളെ, ചില വിവേചനങ്ങളെയൊക്കെ നമ്മൾ ലിറ്ററേച്ചറിനകത്തുനിന്ന് കൂടി കിട്ടിയാലേ നമ്മളുടെ ഒരു സെൻസിബിലിറ്റി, നമ്മളുടെ ഒരു ഭാവുകത്വം മാറുകയുള്ളൂ. കുട്ടിക്കാലത്ത് തന്നെ അത്തരത്തിലുള്ള കഥകൾ, അത്തരത്തിലുള്ള ജീവിതം പ്രമേയമാക്കുന്ന ചില നറേഷൻസ് കൂടി ഉണ്ടാവണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കേവലമായിട്ടുള്ള ഒരു ലിറ്ററേച്ചർ കൊണ്ട് അല്ലെങ്കിൽ ഒരു എഴുത്ത് സാഹിത്യം കൊണ്ട് മാത്രം നമുക്ക് പുതിയ ജനറേഷൻ കുട്ടികളെ നമുക്ക് ആകർഷിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു വലിയ വസ്തുതയാണ്. അത് ലോകത്തെ മൊത്തം ബാധിച്ചിട്ടുള്ള, സോഷ്യൽ മീഡിയ കാലത്ത് ലോകത്തെ മൊത്തം ബാധിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ്. കാരണം സിനിമ പോലുള്ള ചില മീഡിയത്തിലൂടെ മാത്രമാണ് നമുക്ക് പലപ്പോഴും ഈ യങ് ജനറേഷനെ, കുട്ടികളുടെ തലമുറയെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. എങ്കിലും ബാലസാഹിത്യം എന്ന പേരിൽ നിലവിൽ കേരളത്തിലെ മലയാളത്തിലെ ബാലസാഹിത്യത്തിൽ ഇല്ലാതിരുന്ന ഒരു ജീവിതത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹിത്യം കൂടിയാണ് ദലിതരായ കുട്ടികൾ കൂടി ഉൾപ്പെടുന്നതാണ് കേരളത്തിലെ കുട്ടികളുടെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അവർ സ്വാഭാവികമായും അവരുടെ ജീവിതമോ അവരുടെ സ്വപ്നങ്ങളോ അവരുടെ ഗാർഹിക അന്തരീക്ഷമോ അവരുടെ അച്ഛനമ്മമാരെ ഒന്നും അവർ വായിക്കുന്ന സോക്കോൾഡ് കുട്ടികളുടെ സാഹിത്യത്തിൽ കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ലിറ്ററേച്ചറിനകത്തും ഒരു ദലിത് ലിറ്ററേച്ചർ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമുണ്ട് എന്നൊരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം കഥകൾ കൂടി ദലിത് ലിറ്ററേച്ചർ അല്ലെ ദലിത് കുട്ടികളുടെ ലിറ്ററേച്ചറിൻ്റെ ഭാഗമായി വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അത്തരം കഥകൾ എഴുതിയത്. അത് മുഖ്യമായും ഞാൻ എൻ്റെ ബാല്യകാലത്തെ അനുഭവങ്ങൾ തന്നെ അതിനൊരു ദലിതാനുഭവത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതിനെ തന്നെ മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഒരു ടീനേജ് കാലത്ത് കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന സ്വാഭാവികമായിട്ടുള്ള സാധാരണമായിട്ടുള്ള കഥകളാണ് അതിനകത്ത് നിറയുള്ളത്. അത് കുറേ കഥകളൊക്കെ ഇംഗ്ലീഷിലേക്കുമൊക്കെ RK നാരായണൻ ഉൾപ്പെടെയുള്ളവരൊക്കെ കഥകൾ ഉൾപ്പെടുന്ന ബീയിങ് ബോയ്സ് എന്നൊക്കെ പറയുന്ന ഒരു ബുക്കിലൊക്കെ എൻ്റെ കഥകൾ അങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ സന്തോഷം തരുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോഴാണെന്ന് കൂടി പറയാൻ സന്തോഷമുണ്ട്. താങ്ക് യു. அவசானத்தை 2 ചോദ്യം കൂടി. பழங்குடி இலக்கியத்தில் வந்து இப்போ இருக்கிற தலைமுறை அவங்க பாஷையை பேசுறதில்ல, அவங்க மொழி பேசுறதில்ல, மலையாளம் மட்டுமே பேசுகிறாங்க. அதை வந்து எப்படி அடுத்த தலைமுறைக்கு கொண்டு போகிறது அப்படிங்கிற ஒரு சிக்கல் இருக்குது. സുകുമാരൻ സാർ പറയണം, ഇത് അടുത്ത തലമുറയ്ക്ക് ഗോത്ര ഭാഷയെ നിലനിർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം, എന്താണ് നിങ്ങളെ കാഴ്ചപ്പാട് അതേക്കുറിച്ച്?
ഗോത്രഭാഷ നിലനിൽക്കണമെങ്കിൽ എല്ലാ സ്ഥലത്തും പോയിട്ട് ആ ഭാഷ സംസാരിച്ചാൽ മാത്രം മതി. അങ്ങനെ നിലനിൽക്കുള്ളൂ. നമ്മൾ കേരളത്തിലാണെങ്കിലും ബസ്സിലാണെങ്കിലും നമ്മുടെ ഭാഷ കൂടുതലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ സംസാരിക്കണ്ടേ? നമ്മളിപ്പോൾ മലയാളികൾ മൊത്തം അല്ല, ലോകം മൊത്തം സ്വന്തം നാടിൻ്റെ ഭാഷയോടൊപ്പം തന്നെ ഇംഗ്ലീഷ് കലർത്തി സംസാരിക്കുന്നില്ലേ? അതേപോലെ നമ്മളും അങ്ങനെ സംസാരിച്ച് മാത്രമേ ഇത് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. എഴുതി വെച്ചത് കൊണ്ട് ഇത് മനസ്സിലാക്കാൻ കുറച്ച് സാധ്യമല്ല. தேங்க் யூ. இந்திய அளவில் வந்து காதல் திருமணங்கள் நிறைய நடக்கிற மாநிலம் அப்படின்னு சொல்கிற கேரளாவில் ஹானர் கில்லிங்லாம் நடக்கிறது உண்டு. அது வேறு வேறு வடிவங்களில் நடக்கிறது உண்டு. அந்த கேள்வியோடு நான் இந்த செஷனை முடிச்சுக்கலாம் அப்படின்னு நினைக்கிறேன். പുരോഗമന സമൂഹം എന്ന എന്ത് ഇപ്പം ഇന്നിപ്പം ഞങ്ങളവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം 5 മിനിറ്റ്, അതായത് നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിൽ ഞങ്ങളുടെ ജില്ല, ഞങ്ങൾ വരുന്ന ഡിസ്ട്രിക്റ്റിൽ ഒരു പെൺകുട്ടി മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാളെ പ്രണയിച്ചു എന്ന കാരണത്താൽ ആ അപ്പൻ വീടിന് തീയിട്ട് ഇളയ മകൻ മാത്രമാണ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ജീവനോടെ ഉള്ളത്. ബാക്കി 4 പേരും മരിച്ചുപോയി. അപ്പം അതിൻ്റെ കാരണം മകള് വേറൊരു ജാതിക്കാരനെ പ്രണയിച്ചു എന്ന കാരണത്താലാണ്. അപ്പോൾ അത് ഇന്നിപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് വന്ന വാർത്തയാണ്. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള നിരന്തരമായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടം തന്നെയാണ്. അപ്പോൾ കാസ്റ്റ് വളരെ ശക്തമായി നിലനിൽക്കണം. അപ്പം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാസ്റ്റ് മാട്രിമോണിയൽ കോളങ്ങളുള്ള സ്റ്റേറ്റ് കേരളമായിരിക്കും. എല്ലാ കാസ്റ്റിനും മാട്രിമോണിയൽ കോളങ്ങളുണ്ട്. ഓൺലൈനിലുണ്ട്. സൺഡേയിൽ വരുന്ന പത്രങ്ങളിൽ മുഴുവൻ കാസ്റ്റിൻ്റെ ഇത്തരത്തിലുള്ള മാട്രിമോണിയൽ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചുകളെല്ലാം അവരുടെ ഒഫീഷ്യൽ ന്യൂസ് പേപ്പറുകളുണ്ട്, പിന്നെ അവരുടെ ഒഫീഷ്യൽ ജേണലുകളുണ്ട്. ആ ജേണലിൽ ഒരു പേജ് പറയാ ക്രിസ്ത്യൻ വാണ്ടഡ് ഇന്ന ആണിനെ അല്ലെങ്കിൽ വധുവിനെ വരനെ തേടുന്നു, അല്ലെങ്കിൽ പുലയ ക്രിസ്ത്യൻ, അല്ലെങ്കിൽ സിറിയൻ ക്രിസ്ത്യൻ. അപ്പോൾ കാസ്റ്റിൻ്റെ, അതായത് ഒഫീഷ്യൽ ചർച്ച് ഡോക്യുമെൻറ്റുകളാണ് അതെല്ലാം. അതിൻ്റെ അകത്തും വളരെ കൃത്യമായി മാട്രിമോണിയൽ കോളങ്ങൾക്കകത്ത് കാസ്റ്റ് തിരിച്ച്. അപ്പോൾ ഇതിങ്ങനെ വളരെ കർശനമായും ശക്തമായും നിലനിൽക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ സോഷ്യൽ സയൻസുമൊക്കെ ബന്ധപ്പെട്ട ആലോചനകളിൽ കേരളത്തിൻ്റെ ഒരു കാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പം നമ്മൾ ഭീകരമായും 2 കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, 2 പേരുടെ തിരിച്ചുവരവ് നമ്മൾ പലപ്പോഴും ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ കമ്പയർ ചെയ്യാറുണ്ട്. ഒന്ന്, അംബേദ്കർ ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങി വരുന്ന വരവും ഗാന്ധിക്ക് മടങ്ങി വന്നപ്പോഴും ലഭിച്ച ഒരു സ്വീകരണം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ കേരളത്തിൽ ഇതുപോലെ 2 ഗ്ലോബൽ സിറ്റിസൺസിൻ്റെ ഒരു വരവുണ്ട്. ഒന്ന്, KR നാരായണൻ, നമ്മുടെ മുൻ പ്രസിഡൻ്റാണ്. അദ്ദേഹം കേരള കോട്ടയം ഡിസ്ട്രിക്റ്റിലൊരു സ്വദേശിയാണ്. അവിടുത്തെ ടോപ്പ് റാങ്ക് ഹോൾഡറാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പഠിച്ചാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നിരവധി സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുകയും ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വർക്ക് ചെയ്ത ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക്, കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ കൊടുത്ത സീറ്റ് SC സമ്മർ റിസർവേഷൻ സീറ്റാണ് കൊടുക്കുന്നത്. ഒറ്റപ്പാലം എന്ന് പറഞ്ഞ റിസർവേഷൻ സീറ്റിലാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ, അല്ലെങ്കിൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിച്ചിട്ട് വന്ന ഒരു മനുഷ്യൻ അന്നത്തെ നിയമസഭയുടെ ഇലക്ഷൻ നിൽക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലോ എതിർ പാർട്ടിയിലോ ആരും തന്നെ ഇല്ല. അത്രയും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുത്തത് SC റിസർവേഷൻ സീറ്റിലാണ് അദ്ദേഹത്തെ ജയിപ്പിക്കുന്നത്. ഇനി രണ്ടാമത് നമ്മൾ കാണുന്നത് ഇപ്പം ഭയങ്കര പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരാളാണ് ശശി തരൂർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അത്രയും ക്വാളിഫിക്കേഷനൊക്കെ, അദ്ദേഹം വിദേശത്തൊക്കെ പഠിച്ചതാണ്, പക്ഷെ ഒരു അക്കാഡമിഷ്യനല്ല ശശി തരൂർ എന്ന് പറഞ്ഞ ആൾ. കാര്യം അംബേദ്കറെ കുറിച്ചൊക്കെ എഴുതൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും ഒരു അക്കാദമിക നിലവാരം പുലർത്തുന്ന വ്യക്തിയെ അല്ല ശശി തരൂർ. ഭയങ്കര ബ്ലണ്ടറാണ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയും ബ്രിട്ടീഷ് കൊളോണിസമൊക്കെ ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഭയങ്കര വൈറലാകുമെങ്കിലും ആസ് എ ഹിസ്റ്ററി സ്റ്റുഡൻറ്റ് അദ്ദേഹം ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് അതേസമയം കേരളം കൊണ്ടാടുകയാണ്. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഭയങ്കരമാണ്, ഏറ്റവും ലോങ്ങസ്റ്റ് വേർഡ് ഉപയോഗിക്കാൻ അറിയാം. അപ്പം ഇങ്ങനെ പലതരത്തിൽ അദ്ദേഹം, കാര്യം എത്രേ ഉള്ളൂ, അദ്ദേഹം നായരാണ്. മറ്റേ അദ്ദേഹം ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ്പ്പെട്ട ആളാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പഠിച്ചിട്ട് വന്നാലും മലയാളികളെ സംബന്ധിച്ച് SC റിസർവേഷൻ സീറ്റിലാണ് അദ്ദേഹം നിൽക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ളൊരു വികാരം വളരെ ശക്തമായ രീതിയിൽ ഇന്നും നിലനിൽക്കുന്നൊരു ഇടം തന്നെയാണ്. ഈ കല്യാണവും മരണവും ചർച്ചും
എന്ത് റിലീജിയൻ്റെ കോണ്ടക്സ്റ്റിൽ നമ്മൾ പരിശോധിച്ചാലും വളരെ ശക്തമായ കാസ്റ്റ് നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ എണ്ണം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്ന ഡേറ്റയാണ് നമ്മൾ കാണുന്നത്. കേരള സംസ്ഥാനം സ്റ്റേറ്റ് ഫോർമേഷൻ ഏണ്ട് 56 നടന്നതിന് ശേഷം ഇന്നിപ്പോൾ ഒരു 60-65 വർഷമാണ് കേരളത്തിന് പ്രായമുള്ളത്. അത്രയും പ്രായമുള്ള കേരളത്തിൽ 30-35 വർഷം ഇരുന്നത് നായർ കാശിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ചീഫ് മിനിസ്റ്റർമാരായിട്ടിരിക്കുന്നത്. നാളെ ഇതുവരെ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ നിന്ന് ഒരു മിനിസ്റ്റർ ഉണ്ടായി, ഒരു ലേഡി. കാരണം ഒരു ലേഡി നിർബന്ധമായിട്ടും മിനിസ്റ്ററിയിൽ വേണം എന്ന കാരണത്താലാണ് ഒരു ലേഡിയെ മിനിസ്റ്ററാക്കിയത്. ഇപ്പോൾ ഒരു ആൾ പുതിയതായിട്ട് കേളു എന്ന് പറയുന്ന ഇപ്പം ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം SC മിനിസ്റ്റർ അദ്ദേഹം പാർലമെൻറ്റ് ഇലക്ഷൻ നിൽക്കുകയും അങ്ങനെ പാർലമെൻറ്റിലേക്ക് പോയ ഗ്യാപ്പിലാണ് ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മന്ത്രിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിയമസഭയുടെ എണ്ണങ്ങളും ഈ ഗ്രാമസഭകളുടെയും പഞ്ചായത്തിൻ്റെയും എല്ലാം പരിശോധിച്ചാലും റിസർവേഷൻ സീറ്റിലല്ലാതെ ഒറ്റ SC വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ST വിഭാഗത്തിൽപ്പെട്ട ആളെയും ഇലക്ഷൻ നിർത്താത്ത ഒരു നാടും കൂടിയാണ് കേരളം. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെയും നമ്മൾ ദളിതന്മാരെ ആരെയും കാണത്തില്ല. നിങ്ങൾ ചാനൽ ചർച്ചകൾ പരിശോധിച്ചാലും ചാനലുകൾ പരിശോധിച്ചാലും മീഡിയകൾ പരിശോധിച്ചാലും അവിടെ വാർത്ത വായിക്കാനിരിക്കുന്ന ഒരൊറ്റ കറുത്ത ആളെപ്പോലും മലയാളം ചാനലുകൾക്കകത്ത് നമ്മൾ കാണാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ കർശനമായി ജാതി കൃത്യമായി പാലിച്ചു വരുന്ന ഒരു മോഡലാണ് കേരളത്തിന് ഉള്ളത് എന്നാണ് പറയുന്നത്.